ഗേറ്റ് 2025 അശ്വാക്കയുടെ ഓറിയന്റേഷൻ സെഷൻ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അറിയായിരിക്കും, നമ്മൾ ആ ടൈമിൽ തന്നെ റെഗുലർ ആയിട്ട് ഗേറ്റിന്റെ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രൂപ്പിൽ റെഗുലർ ആയിട്ട് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഗേറ്റ് 2025 തന്നെ നമുക്ക് അറൌണ്ട് 40+ സ്റ്റുഡൻസ് ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന്. ആ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഗേറ്റിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു കോച്ചിങ്ങോ PYQs ഡിസ്കഷൻ പോലെയൊക്കെ നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് അപ്രോച്ച് ചെയ്യുക. നമ്മളെ ഇപ്പോഴുള്ള ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് അശ്വാക്കനെ വെൽക്കം ചെയ്യാം. അശ്വാക്ക NIT കുരുക്ഷേത്രയില് സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഇപ്പോ തേർഡ് ഇയർ PhD ചെയ്യാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് അശ്വാക്കയുടെ ഡൊമൈന്. ഓക്കെ, അശ്വാക്ക 2021 അശ്വാക്ക ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ അശ്വാക്കയുടെ നമ്മളുടെ ഒരു ഓറിയന്റേഷൻ സെഷൻ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഗേറ്റിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ റെലവൻസ്. ഇപ്പൊ നമ്മൾ ഗേറ്റ് എന്നുള്ള ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾ എത്ര പേര് അല്ലെ റീസെന്റ് ആയിട്ടാണോ ഫെമിലിയർ ആയത്, അതോ മുൻപേ അറിയായിരുന്നോ? നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ നന്നായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഈവൻ ഫൈനൽ ഇയർ UG എത്തുന്ന സമയത്ത് കൂടെ അതിന്റെ ഒരു എക്സ്പോഷറോ അല്ലെങ്കിൽ ഗേറ്റിന്റെ ഒരു ഓറിയന്റേഷനോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ PG ഫൈനൽ ഇയർ എന്നാണ് ഞാൻ തന്നെ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം നേരത്തെ ഇതിന്റെയൊക്കെ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ഓറിയന്റേഷൻ അവൈലബിൾ ആവുന്നോ അത്രത്തോളം നമുക്കൊരു മുൻപിലേക്ക് ഒരു അക്കാദമിക് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഓപ്പൺ ആവുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത പോലെ തന്നെ ഗേറ്റ് ആക്ച്വലി ഒരു ഗേറ്റ് വേ ആണ്, കൈൻഡ് ഓഫ് ഡോർ ആയിട്ട് നമുക്ക് പറയാം. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുൻപിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ ഫൈൻ. റീസെന്റ് അറിഞ്ഞതാണല്ലേ പലരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാല് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ സെഷനെ കുറിച്ച്. ലൈക്ക് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, സിലബസ് ഏതൊക്കെ രീതിയിലാണ്, മാർക്കിംഗ് സ്കീം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അശ്വാക്ക പറഞ്ഞു തരും. അശ്വാക്കനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അശ്വാക്ക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ പറയുന്ന ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവരി വൺ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് ഓക്കെ അല്ലേ എന്നൊന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്താൽ. എനിക്ക് തോന്നുന്നു ഫുൾ സ്ക്രീൻ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ വന്നോ? യെസ്, ഫുൾ സ്ക്രീൻ അല്ലല്ലോ? സ്ക്രീൻ ആണോ? ഫുൾ സ്ക്രീൻ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? കാണാൻ പറ്റുന്നില്ല. നമുക്ക് എല്ലാ സ്ലൈഡ്സും കാണുന്നുണ്ട്. ഓക്കെ. സി, ഇപ്പൊ ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ടാവില്ലേ? ഇത് ഫുൾ സ്ക്രീൻ ആക്കുന്നതോടുകൂടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അതായത് എനിക്ക് നിങ്ങളുമായിട്ട് ലാപ്ടോപ്പിലുള്ള ആ ഒരു ഇന്റർഫേസിന്റെ കണക്ഷൻ ഞാൻ കാണുന്നത് ഈ ഒരു ഫുൾ സ്ക്രീനിലുള്ള സ്ലൈഡാണ്. സോ ചാറ്റ് ബോക്സിൽ മാക്സിമം നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഈ ഒരു ബന്ധം ഇങ്ങനെ തന്നെ തുടരേണ്ടതുണ്ട്. സോ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. സോ മുബഷിർ പറഞ്ഞ പോലെ ഇതൊരു ഓറിയന്റേഷൻ സെഷൻ ആണ്. എല്ലാവരും സെഷനിൽ ഇല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ നമുക്ക് സെഷനിലേക്ക് അങ്ങനെ പ്രവേശിക്കായിരുന്നു. ഒന്ന് ചാറ്റ് ബോക്സിൽ സജീവമാവുകയാണെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ ഓക്കെ. അപ്പൊ കഴിഞ്ഞ വർഷം ഇതേപോലെ ഗേറ്റ് 2025 ഓറിയന്റേഷനിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? 2025 ഗേറ്റ് എക്സാമിന്റെ സമയത്ത്. ഓക്കെ. അപ്പൊ ഇതിലുള്ള ആൾക്കാരൊക്കെ സൈക്കോളജിക്കാർ തന്നെയായിരിക്കും. മോസ്റ്റ്ലി UG ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളോ PG പഠിക്കുന്ന കുട്ടികളോ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അല്ലാത്തവരുണ്ടോ? നോൺ സൈക്കോളജി ഉണ്ട്. നോൺ സൈക്കോളജി ഉണ്ടല്ലേ? ഓക്കെ, ഏതാണ് സബ്ജക്ട്? ഏതാണ്? MSc മാത്സ് ആണല്ലേ? ഓക്കെ.
ഇത് കുറച്ചും കൂടി ഒരു ഗേറ്റ് സൈക്കോളജി സ്പെസിഫിക് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്, പക്ഷെ എന്നാൽ പോലും അല്ലാത്ത കാര്യങ്ങളും ജനറൽ ആയിട്ട് പറയുന്ന അല്ല കാര്യങ്ങളൊക്കെ. ഞാൻ പക്ഷെ PG സൈക്കോളജിക്കാ നോക്കുന്നത് ഇപ്പൊ എൻട്രൻസ് എഴുതാൻ വേണ്ടിട്ട് അടുത്ത ഇയറിനെ. ഓക്കെ അപ്പൊ അങ്ങനെ ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്തായിരുന്നു പേരെന്തായിരുന്നു? ഐശ്വര്യ. ഐശ്വര്യ. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോ പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനിപ്പം കറന്റ്ലി ഇവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഗേറ്റ് ഓറിയന്റേഷൻ എന്തുകൊണ്ട് ഞാൻ നടത്തുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. സോ എനിക്ക് തോന്നുന്നു ഗേറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗേറ്റിന്റെ അഡ്വാൻറ്റേജ്, ഗേറ്റ് കൊണ്ടുണ്ടായിരുന്ന ഒരു ബെനഫിറ്റ് വളരെ എഫക്റ്റീവായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലായിരിക്കണം ഒരു പക്ഷേ ഞാൻ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. ഗേറ്റ് എന്ന് പറയുന്നത് നമ്മളെ അക്കാഡമിക് ഡൊമൈനിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട്, ഞാൻ പറയുന്നത് ജനറലി ഒരു എഞ്ചിനീയറിംഗ് ഡൊമൈനിലോ അതല്ലെങ്കിൽ സയൻസ് ഡൊമൈൻ, നമ്മൾ സാധാരണ മാത്സ് ഫിസിക്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു സയൻസ് ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു അക്കാഡമിക്സ് നോക്കുമ്പോൾ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ സംഭവം, അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്ടംപോലെയുള്ള ബെനിഫിറ്റ്സ്, ഇഷ്ടംപോലെ പേർക്സ് പല ആൾക്കാർക്കും അറിയാത്തത് കൊണ്ടും, ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ടും, ഇങ്ങനെ ഒരു എക്സാമിന്റെ അപ്ലിക്കേഷൻ വിളിച്ചു എന്ന് അറിയാത്തത് കൊണ്ടും, ഒരു ലൈഫ് ചേഞ്ചിങ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പല ഓപ്പർച്യൂണിറ്റീസും പലപ്പോഴും നമ്മൾ സൈക്കോളജിക്കാർക്ക് മിസ്സായിട്ട് പോവാറുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയാം. നമ്മൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം എന്നുള്ള രീതിയിൽ നമുക്ക് ഗേറ്റിനെ പറയാം. ഞാൻ നേരത്തെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ സജീവമാവണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ ഈ ഒരു സ്ലൈഡിൽ നോക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോ കറന്റ്ലി കുരുക്ഷേത്രയിലാണ്, NIT ക്യാമ്പസിലാണ്. സോ ഇവിടെ ഇന്ന് മൊത്തത്തിൽ ക്ലൈമറ്റിന് കുറച്ച് വിഷയമുള്ളത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈഫൈ ഇവിടെ കിട്ടുന്നില്ല. സോ ഏതെങ്കിലും കാരണം കൊണ്ട് ഈ നെറ്റ്വർക്ക് കട്ടാവുകയാണെങ്കിൽ അപ്പോ നിങ്ങൾ എന്നെ ഒന്ന് എൻ്റെ ഫോണിലുള്ള, അല്ലെ ഞാൻ ഫോണിൽ നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിരിക്കും, സോ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യണം. ഏതെങ്കിലും അർത്ഥത്തിൽ എൻ്റെ ഓഡിയോ ഓർ വോയിസ്, എൻ്റെ സ്ലൈഡ് എന്തെങ്കിലും കട്ടാവുകയാണെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. അപ്പൊ ഈ ഓവർ റേറ്റഡ് ആയിട്ടുള്ള, ശരിക്ക് ഓവർ റേറ്റഡ് ആവേണ്ടിയിരുന്ന എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു എക്സാമിനെ കുറിച്ച്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കാന്നാണ് തോന്നുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നായിരിക്കും ഗേറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം ആദ്യമായിട്ട് തുടങ്ങുന്നത്? ഇനി ഐഡിയ എന്നായിരിക്കും ഗേറ്റ് എക്സാം ആദ്യമായിട്ട് ഗേറ്റ് എക്സാം നടന്നിട്ടുണ്ടാവുക? എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? നിങ്ങൾ പറയാവോ? ജസ്റ്റ് ഒന്ന്. ഗേറ്റ് എന്നുള്ള പേരിൽ ഒരു എക്സാം ആദ്യമായിട്ട് നടക്കുന്നത് എപ്പോഴായിരിക്കും? എത്ര കാലം മുമ്പായിരിക്കും ഇങ്ങനെ ഒരു എക്സാം വന്നത്? ഗേറ്റിന്റെ ഫുൾ ഫോം അറിയാവോ നിങ്ങൾക്ക്? ഗേറ്റ് എന്ന് പറയുന്ന എക്സാം ആദ്യമായിട്ട്, ഇപ്പം നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു സെഷന്റെ പോസ്റ്റർ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നേരത്തെ മുബഷിർ ചോദിച്ചു, നിങ്ങൾ എത്ര ആൾക്ക് നിങ്ങൾ UG ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു എക്സാമിനെ കുറിച്ച് അറിയായിരുന്നു? മുൻകൂട്ടി ഇങ്ങനെ ഒരു എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്ന, ഈ ഒരു സെഷന്റെ മുമ്പ് ഇങ്ങനെ ഒരു പോസ്റ്റർ കാണുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എക്സാമിനെ കുറിച്ച് കേട്ട ആൾക്കാർ മാത്രം ഒന്ന് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യോ നിങ്ങൾ UG ജോയിൻ ചെയ്യുന്ന സമയത്ത്? ഓക്കെ ഓക്കെ, ശ്രീ പാർവതി പറയുന്നുണ്ട് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നുണ്ട്. സഫീറ പറയുന്നുണ്ട്. സോ എന്താ നമുക്കിവിടെ കാര്യം? എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ എന്താ നമുക്കിവിടെ കാര്യം? ഇനി ഐഡിയ? ഈ ഹുസ്ന പറയുന്നുണ്ട് സൈക്കോളജിയിൽ ഉണ്ട് എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ കുറെ പേർക്ക് അറിയാത്തതുണ്ട്, ചില ആൾക്കാർ കേട്ടവരുണ്ട്. ഇതേപോലെ പല വഴിക്ക് ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതും എഴുതുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്നായിരിക്കും ആദ്യമായിട്ട് ഗേറ്റ് നടന്നത്? 1983 ആദ്യമായിട്ട് ഗേറ്റ് എക്സാം, എഞ്ചിനീയറിംഗിൽ ഗേറ്റ് എക്സാം നടക്കുന്നത് ആദ്യമായിട്ട് 1983 അഥവാ ഈ പറഞ്ഞ പല ഫീൽഡ്, പല ബ്രാഞ്ചുകളായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡൊമൈനുകളിലും സയൻസ്, മാത്സ്, ഫിസിക്സ് ഒക്കെ പോലെയുള്ള ഈ ഒരു ഡൊമൈനുകളെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഗേറ്റ് നടക്കുന്നത് 1983 പിന്നീട് അത് ഹ്യൂമാനിറ്റി സബ്ജക്ട്സ്, നമ്മൾ ഈ പറയുന്ന സൈക്കോളജി, സോഷ്യോളജി, ഫിലോസഫി, എക്കണോമിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളിലേക്കൊക്കെ ഗേറ്റ് എക്സാം വരുന്നത്
2021 അപ്പം 1983 ഗേറ്റിന്റെ ആ ഒരു ഒറിജിനൽ ഫോം വരികയും പിന്നീട് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്ട്സിലേക്ക് ഗേറ്റ് വരുന്നത് 2021 ആ ഫസ്റ്റ് ഗേറ്റ് സൈക്കോളജി എക്സാം ഞാൻ എഴുതിയിരുന്നു. ആ ഗേറ്റ് ആണ് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. സോ ഇപ്പൊ 2025 2022 ഡിസംബറിലാണ് ഞാൻ PhDക്ക് ജോയിൻ ചെയ്യുന്നത്. 2022 ഡിസംബറിൽ. സോ ഈ ഗേറ്റ് സ്കോറിന്റെ ബേസിലാണ് ഞാൻ ആക്ച്വലി ഇവിടെ NITയിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ PhDക്ക് ജോയിൻ ചെയ്യുന്നത്. സോ അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും വലിയ അഡ്വാൻറ്റേജ്, വലിയ പേർക്സ് ഗേറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ എന്തൊക്കെയാണോ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോറിൽ നിങ്ങൾ ഗേറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പോലെ സാധാരണ നമ്മൾ നെറ്റ് എക്സാം എന്ന് പറയുന്ന പോലെ JRF എന്നൊക്കെ പറയുന്ന പോലെ അതല്ലെങ്കിൽ എന്താ പറയാ ഒരു 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 സാധാരണ നിങ്ങളിപ്പോ PG എൻട്രൻസ് എക്സാമുകൾക്ക് പല എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം. ഞാൻ JRF ഒന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ല. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് പോവാം എന്നാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ UG പഠിച്ചത് കോഴിക്കോട് ദേവഗിരി കോളേജിലാണ്. കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് UG കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ PG ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ PG ചെയ്യുന്നത്. അപ്പോ എന്നിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഞാൻ PhD ചെയ്യുന്നു. മന്ത്ലി ഇവിടെ PhD ചെയ്യുന്ന ഒരാൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെലോഷിപ്പ് ആയിട്ട് കിട്ടുന്നത് JRFന്റെ ഈക്വൽ എമൗണ്ട്, അഥവാ മാസം നമുക്ക് 37,000 ഫെലോഷിപ്പ് ആയിട്ട് കിട്ടും. നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്ത് നമ്മൾ SRF ആയി കഴിയുന്ന സമയത്ത് നമുക്ക് 42,000 ഫെലോഷിപ്പ് ആയിട്ട് കിട്ടും. ഓക്കെ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ തീരുമാനം അനുസരിച്ച് വേരി ചെയ്യും, കുറയില്ല, കൂടുകയുള്ളൂ. IIM റാഞ്ചിയിൽ അത് 50+ ആണ് കിട്ടുന്നത്. ഈ 37 എന്ന് പറയുന്നിടത്ത് 50+ കിട്ടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറൌണ്ട് 50 ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു JRF കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഫെലോഷിപ്പ് ആയിട്ട് വാങ്ങിക്കൊണ്ട് നമുക്ക് PhD ചെയ്യാം എന്നുള്ളത് ഗേറ്റ് കൊണ്ട് ഉണ്ടാവുന്ന കുറെ അഡ്വാൻറ്റേജസിൽ നമുക്ക് കിട്ടുന്ന കുറെ ബെനിഫിറ്റ്സിൽ പെട്ട ഒരു ബെനിഫിറ്റ് ആണ്. അഥവാ ഞാൻ ഈ കുത്തിയിരുന്ന് നെറ്റ് എക്സാമിന് പഠിച്ച് JRF വാങ്ങിയിട്ടൊന്നുമില്ല. ആദ്യത്തെ ടേമിൽ ആദ്യമായിട്ട് ഗേറ്റ് സൈക്കോളജി വന്ന സമയത്ത് ഞാൻ ആ ഒരു ഗേറ്റ് എക്സാം എഴുതി എന്നുള്ളത് മാത്രമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പെപ്പിലുള്ള കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പെപ്പില് അനസ് ഉണ്ടായിരുന്നു. അപ്പൊ അനസ് ഒരു ദിവസം രാവിലെ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് നിങ്ങൾ എന്തായാലും വന്ന് എഴുതണം. അപ്പൊ നമുക്കിങ്ങനെ ഗേറ്റ് സൈക്കോളജി എന്താ ഗേറ്റ് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയൊന്നുമില്ല. നമ്മളൊരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ ചുമ്മാ പോയിട്ട് എഴുതാം എന്ന് വിചാരിക്കുന്നതാണ്. അപ്പൊ ഞാൻ അനസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, നീ എന്തായാലും എഴുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ മറ്റേ സിവിൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നു ആ ഭാഗത്തൊരു സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവൻ ബാക്കിൽ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളെ കഴുത്ത് ഞാൻ അറക്കുന്നു തമാശക്ക് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ എക്സാം എഴുതി. അങ്ങനെ വളരെ അവിചാരിതമായിട്ടാണ് എക്സാം എഴുതുന്നത് 2021. സോ അന്ന് എനിക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഇതുകൊണ്ടുണ്ടാവുന്ന ഇതിന്റെ ഒരു വാല്യൂ അത്ര കണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഗേറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വൺസ് ഞാൻ PhDക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഈ ഗേറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ക്വാളിഫിക്കേഷന്റെ ബേസിൽ ഒരൊറ്റ സ്കോറിന്റെ ബേസിലാണ് PhDക്ക് അഡ്മിഷൻ കിട്ടുന്നതും ഫെലോഷിപ്പ് കിട്ടുന്നതും എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഗതി. ഇനിയിപ്പോ നിങ്ങൾ ജോബിനോ അതല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ അക്കാദമിക്സിന് വേണ്ടിയിട്ടോ PhD ചെയ്യാനോ ഒന്നും നിങ്ങൾ ഈ ഗേറ്റ് സ്കോർ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമ്മളെ ഷോക്കേസ് ചെയ്യാം, നമ്മൾ നല്ല രീതിയിൽ. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? കുറച്ച് സമയം മുമ്പ് പറഞ്ഞതാന്ന് തോന്നുന്നു. ഞാൻ കട്ടായോ? ഞാനുണ്ട് അവിടെ? നമ്മൾ ഒരുമിച്ചാണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓ, സമാധാനം. അപ്പോ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ ഒന്നും ഗേറ്റ് സ്കോർ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കും. എന്നാൽ പോലും ഒന്നിനും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളെ പിന്നീട് ഒരു ജോബ് മാർക്കറ്റിൽ ഒരു കരിയറിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളെ ഷോക്കേസ് ചെയ്യുന്ന സമയത്ത്
പഴയ നിങ്ങളല്ല നിങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ CV-യുടെ ഒക്കെ ഒരു വെയിറ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു കിഡിലൻ എക്സാം, കിഡിലൻ ക്വാളിഫിക്കേഷൻ ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ലിങ്ക്ഡിൻ കൾച്ചറിലൊക്കെ നമ്മൾ എങ്ങനെയാ, നമ്മുടെ ഒരു കോഴ്സ് ചെയ്താൽ നമ്മളത് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യും. നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടായാൽ നമ്മൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യും. എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്? ആക്ച്വലി ഈവൻ ദോ അത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, ആൾക്കാരുമായിട്ട് അത് ഷെയർ ചെയ്യും. സോ ഇറ്റ് ഈസ് നമ്മളെ പ്രൊഫഷണൽ സ്പേസിൽ അല്ലെങ്കിൽ ഒരു കരിയർ, സൈക്കോളജി കരിയറിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ആ ഒരു സ്പേസിൽ, ആ ഒരു ഡൊമൈനിൽ നിന്നുകൊണ്ട് നമ്മളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നമ്മളെ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കുറച്ച് വെയിറ്റ് കൊടുത്തിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പോയിന്റിനെ നിങ്ങൾ വില കുറച്ച് കളയരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുബഷിറിനൊക്കെ അറിയായിരിക്കും നമ്മൾ എത്രത്തോളം നമ്മളെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അത് ഗേറ്റ് ആ രീതിയിൽ ഗേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ നമുക്കൊരു ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. ഗേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഡൊമൈനിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് ഹ്യൂമാനിറ്റീസ് ഡൊമൈനിലേക്ക് വന്ന ഒരു നാഷണൽ ലെവൽ, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആൾക്കാരുടെ ഒരു മൾട്ടി ലെവൽ സ്കില്ല് അസസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാം ആണ്. നമ്മളുടെ സബ്ജക്ട് നോളജ് മാത്രമല്ല, അതിനകത്ത് നമ്മുടെ ഒരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്, ഈ പറഞ്ഞ പോലെയുള്ള പലതരത്തിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ സബ്ജക്റ്റിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അസസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ജനറൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, നമ്മുടെ ഒരു കോംപ്രഹെൻഷൻ സ്കില്ല്, ഇത്തരം കാര്യങ്ങളും കൂടെ അനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാം ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഞാൻ ഇതിന്റെ ഒരു കിടപ്പ് വശം മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഒരു രാജ്യത്തുള്ള നമ്മൾ IISc ബാംഗ്ലൂർ ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. IISc ബാംഗ്ലൂരും അതേപോലെ തന്നെ നമ്മുടെ കൺട്രിയിലുള്ള ഒരു 23 IIT-കളും കമ്പൈൻഡ് ആയിട്ട് മിനിസ്ട്രി നിർദ്ദേശം കൊടുത്തതിന്റെ ഭാഗമായിട്ട്, എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ പറഞ്ഞ IIT-കളെല്ലാം കൂടെയും IISc-യും കൂടെ ഒരുമിച്ച് നടത്തുന്ന, കമ്പൈൻഡ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഓരോ വർഷവും ഒരു IIT ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, അതിന്റെ മെയിൻ ഓർഗനൈസർ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത്തവണ അത് IIT ഗുവാഹത്തിയാണ്. കഴിഞ്ഞ തവണ IIT റൂർക്കി ആയിരുന്നു, അതിന് മുമ്പത്തെ തവണ IISc ബാംഗ്ലൂർ ആയിരുന്നു. ആ രീതിയിൽ ഓരോ IIT-കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് IISc-യോ IIT-യോ ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ എക്സാം നടക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പല സെറ്റപ്പായിട്ട്, പല ഏരിയ ആയിട്ട് നമ്മുടെ കൺട്രീനെ തിരിച്ചിട്ട് ഓരോ ഏരിയക്കും ഓരോ IIT-കളിൽ ഈ ഗേറ്റ് ഓഫീസ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സൗത്ത് കേരളയിലൊക്കെ ഇതിന്റെ കാര്യങ്ങൾ, നമ്മുടെ ഒരു ഓഫീസ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു ബോഡി എന്ന് പറയുന്നത് IIT മദ്രാസ് ആണ്. നമ്മുടെ ഒരു നോർത്ത് കേരള, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂരൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ IISc ബാംഗ്ലൂരിന്റെ അണ്ടറിലാണ് ഈ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് വരുന്നത്. അപ്പൊ എനിവേ അതൊന്നും നിങ്ങൾ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആ രീതിയിലാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഏറ്റവും നമ്മൾ എത്തിപ്പിടിക്കാൻ പറ്റിയാൽ നമ്മുടെ ലൈഫ് സെറ്റ് ആവുന്ന സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞ IISc-യും IIT-കളൊക്കെ. ഇവർ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുവാണ്. അപ്പോ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്പെസിഫിക്കലി നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഒരു മൊത്തത്തിൽ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ആരോ എന്തോ പറയുന്നു. അപ്പോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചാറ്റ് ബോക്സിൽ വരുമോ നിങ്ങൾക്ക്? ഓക്കെ, ചാറ്റ് ബോക്സിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്? ഓക്കെ, എത്രയാണ് ആ ഒരു നല്ല ഗേറ്റ് സ്കോർ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പറയാം, സെഷൻ അവസാനിക്കുന്നതിന് മുമ്പ് പറയാം. ഓക്കെ, PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ജോബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗേറ്റ് കൊണ്ടുണ്ടാവുന്ന കുറച്ച് ബെനിഫിറ്റ്സിൽ ഒന്ന്, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഒന്ന് നമ്മൾ മാസ്റ്റേഴ്സ് ലെവലിൽ നമുക്ക് പഠിക്കാനും, പിന്നെ ഒരു റിസർച്ച് ലെവലിൽ PhD ലെവലിലൊക്കെ നമുക്ക്
ഒരു ഫെലോഷിപ്പോട് കൂടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഗേറ്റ് സ്കോറിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു ഹയർ എഡ്യൂക്കേഷന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പറയുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള പല ജോബുകളിലേക്കും ഈ ഗേറ്റ് സ്കോർ പല രീതിയിൽ, ചിലത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, ചിലതല്ലാത്ത രീതിയിൽ ഗേറ്റ് സ്കോർ അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ട് അത്തരം റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ സൈക്കോളജി സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പൊതുവെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഗേറ്റ് എക്സാമില് മൊത്തം 30 ടെസ്റ്റ് പേപ്പറുകളാണ് ഉണ്ടാവുക. 30 ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാവും. അതിൽ ഫുൾ പേപ്പർ, സെക്ഷണൽ പേപ്പർ ആ രീതിയിൽ ഉണ്ടാവും. അപ്പോ കാൻഡിഡേറ്റ്സിന് ഈ പറഞ്ഞ അവരുടെ ഒരു 2 ടെസ്റ്റ് പേപ്പറുകൾ ഈ രീതിയിൽ അവരുടെ ആ ഒരു പേപ്പർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാൻ അവർക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഗേറ്റ് കിട്ടുന്ന സമയത്ത് ആ ഗേറ്റിന്റെ സ്കോറിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോൾ എക്സാം എഴുതാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ 3rd ഇയർ UG പ്രോഗ്രാം മുതൽ നമ്മൾ ഈ പറയുന്ന കുറേ കോഴ്സുകളിൽ BSc സൈക്കോളജി മാത്രമല്ല പല പല സബ്ജക്റ്റുകളിലേക്ക്, പല കോഴ്സുകളിലേക്ക്, എഞ്ചിനീയറിംഗ് അടക്കമുള്ള പല UG കോഴ്സുകളിലുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു എലിജിബിലിറ്റി അവരാവുന്ന ഒരു സമയം എന്ന് പറയുന്നത് 3rd ഇയർ UG പ്രോഗ്രാം. നിങ്ങളുടെ ഒരു UG പ്രോഗ്രാമിന്റെ 3rd ഇയറിൽ നിങ്ങൾക്ക് എഴുതാം. 3 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടാവും, ഏജ് ലിമിറ്റ് ഇല്ല. അപ്പം ആ രീതിയിൽ ഗേറ്റ് സ്കോറിനെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് PhD പ്രോഗ്രാമിന്റെ അഡ്മിഷന് വേണ്ടിയിട്ടോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലുള്ള ജോബിന് വേണ്ടിയിട്ടോ DRDO ജോബ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, എൻ്റെ തൊട്ടുപുറത്ത് റിസർച്ച് റൂമിൽ ഇരിക്കുന്ന ആളുടെ എൻ്റെ ഫ്രണ്ട്, ആളുടെ ഓൾ ഇന്ത്യ ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത് 28 ആയിരുന്നു. ഓക്കെ, ആളിപ്പോൾ ഇവിടെ PhD ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അത്ര കണ്ട് മികച്ചൊരു സ്കോർ ഗേറ്റിൽ എനിക്കുണ്ടായിരുന്നില്ല. സോ അപ്പൊ ഇവിടെ ഇപ്പൊ ഗേറ്റിനെ കുറിച്ച് ആൾക്കാർ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. നമ്മുടെ ഒരു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ MOEയുടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഗൈഡ് ലൈനിൽ പറയുന്നത് അതൊരു ഒരു ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ് അവർ പറയുന്നത്. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അതല്ലെങ്കിൽ നമുക്ക് ജോലി തരുന്ന സ്ഥാപനത്തിനൊന്നും ആ ഗൈഡ് ലൈൻ അങ്ങനെ ഫോളോ ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ അവർ പറയുന്ന ഗൈഡ് ലൈൻ എന്താന്ന് വെച്ചാല് ഈ കുട്ടിയുടെ, ഈ കാൻഡിഡേറ്റിന്റെ ഗേറ്റ് സ്കോറിന് 70% വെയിറ്റേജ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു ഗൈഡ് ലൈൻ ആണ് കേട്ടോ. പക്ഷെ പൊതുവെ നമ്മുടെ ജോബ് നോക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലത്തെ ഈ പറഞ്ഞ നമ്മൾ ജോബ് നോക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസോ ഒന്നും എല്ലാം ആ രീതിയിൽ നോക്കാറില്ല. സോ ഇതിനകത്ത് തന്നെ ഗേറ്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതിന്റെ ഉത്തരവാദിത്തം, അതിലുള്ള കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ്, നിങ്ങൾക്ക് ഫെലോഷിപ്പ് എമൗണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ നിങ്ങളുടെ ഗേറ്റ് സ്കോറിനാണോ കൂടുതൽ വെയിറ്റേജ് തരേണ്ടത്, അതല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന എക്സാമിലോ ഇന്റർവ്യൂവിലോ ഉള്ള നിങ്ങളുടെ പെർഫോമൻസിനാണോ കൂടുതൽ വെയിറ്റേജ് തരേണ്ടത് എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ കംപ്ലീറ്റ്ലി ആ സ്ഥാപനത്തിൻ്റെതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഏറ്റവും നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഗേറ്റ് സ്കോർ, എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 3 ഡിജിറ്റിലേക്ക് വരുന്ന ഒരു റാങ്ക് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ 2021 ഞാൻ ആ സമയത്ത് അതിനെ അത്ര ഓർത്ത് വെച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ഗേറ്റ് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ PhDക്ക് അപ്ലൈ ചെയ്യായിരുന്നു ചെയ്തത്. പക്ഷെ എന്റെ തൊട്ടടുത്തിരുന്നിട്ട് റിസർച്ച് ചെയ്യുന്ന ആള് ഓൾ ഇന്ത്യ റാങ്ക് 28 ഉള്ള ഒരാളാണ്. സോ അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൈക്ക് മെനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ PhD അഡ്മിഷന് വേണ്ടി നോക്കുന്ന സമയത്ത്, ഞാൻ പറയുന്നത് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, മൊത്തത്തിൽ ഒരു ഫ്ലക്ച്വേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ റിസർച്ച് ചെയ്യുന്ന, ഞാൻ PhD ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതേപോലെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഇതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മാത്രമാണ് വെക്കുന്നത്. ഗേറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പെർഫോമൻസ്, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു എക്സാം ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള പെർഫോമൻസും കൂടെ നോക്കിയിട്ടാണ് നമുക്ക് അഡ്മിഷൻ തരുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഗേറ്റ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം,
നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടുകൂടെ ഗേറ്റിന്റെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഫർദർ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ആ ഒരു എക്സാമിലും ഇന്റർവ്യൂവിലുള്ള പെർഫോമൻസ് ആണ് മാനദണ്ഡമാവുന്നത്. ഓക്കെ. പക്ഷേ ഗേറ്റ് സ്കോർ IIT-കളിൽ ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ IIT റൂർക്കിയിൽ ഗേറ്റ് സ്കോറിന് അവരൊരു സർട്ടൈൻ പെർസെൻറ്റേജ് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നല്ല ഒരു ബെറ്റർ സ്കോറിലേക്ക് നിങ്ങൾ എത്തുവാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നുള്ളതാണ്. DRDO എന്ന് പറയുന്നത് നമ്മളൊരു ഡിഫൻസ് റിസർച്ച് സെന്റർ ആണ്. അപ്പൊ അവിടെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഈ രീതിയിൽ സൈക്കോളജി ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർക്ക് റിസർച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് DRDOയിലുള്ളത്. ഇപ്പൊ DRDO ജോബ്സിന് ഗേറ്റ് സ്കോർ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേപോലെ മറ്റു പല ജോബുകളും, അത് ഏതൊക്കെയാണെന്ന് സ്പെസിഫിക്കലി ഞാൻ പറയാം. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് കവർ ചെയ്ത് പോവാം. നമുക്ക് ഇതിന്റെ ഒരു എക്സാമിന്റെ പ്രധാനപ്പെട്ട ഒരു പെർട്ടിക്കുലേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സാം സ്വാഭാവികമായിട്ടും ഒരു CBT, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപക്ഷെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. ഇനി നിങ്ങൾ UG ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുകളൊക്കെ നിങ്ങൾ ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്നുണ്ട്. സോ ഒരു കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കും നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അത് സെലക്ടഡ് ആയിട്ടുള്ള സെന്ററുകളിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇംഗ്ലീഷിലായിരിക്കും എക്സാം. 3 മണിക്കൂറായിരിക്കും നിങ്ങളുടെ എക്സാമിന്റെ സമയം എന്ന് പറയുന്നത്, 180 മിനിറ്റ്. ഇതിനകത്ത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ നിങ്ങളുടെ സെലക്ടഡ് സബ്ജക്ട് എന്നുള്ള രീതിയിൽ ആയിരിക്കും എക്സാം ഉണ്ടാവുക. ഇപ്പൊ സൈക്കോളജിയുടെ കേസിൽ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 10 ചോദ്യങ്ങൾ, 15 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ റീസണിങ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന B1 കാറ്റഗറിയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടലി 25 മാർക്സ് ഉണ്ടാവും. അതേപോലെ സൈക്കോളജിയിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് 60 മാർക്സിന്റെ. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് എങ്ങനെ 60 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് വീതമുള്ള 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ 2 മാർക്ക് വീതമുള്ള 20 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈ രീതിയിലായിരിക്കും ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ MCQ ഉണ്ടാവും, MSQ ഉണ്ടാവും, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. എന്താ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ ഉത്തരം എന്ന് പറയുന്നത്. എത്ര ഓപ്ഷൻസ് ആണോ ഉള്ളത് അതിൽ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്. MSQ എന്ന് പറയുന്ന സമയത്ത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇപ്പോ അതിനകത്ത് ഒരു ഓപ്ഷൻ ആയിരിക്കില്ല, കുറെ ഓപ്ഷൻസ് ശരി ഉത്തരമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. അത് കുറച്ചുകൂടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു പക്ഷെ ഫീൽ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ 4 ഓപ്ഷൻസും ശരിയാന്ന് വിചാരിക്കും. അപ്പൊ ആ 4 ഓപ്ഷൻസും നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഉത്തരം ശരിയാവുള്ളൂ. നിങ്ങൾ 2 എണ്ണം ശരിയാക്കി 2 എണ്ണം തെറ്റി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പാർഷ്യൽ സ്കോറിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ രീതിയിൽ. പിന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്, ഇതേപോലെ കണക്ക്, മാത്തമാറ്റിക്കൽ രീതിയിലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വെർച്വൽ ആയിട്ട്, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടാവും. ആ കാൽക്കുലേറ്റർ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സ്വാഭാവികമായിട്ടും ഇവർ നിങ്ങളുടെ ഒരു റീകോൾ, നിങ്ങളുടെ ഒരു കോംപ്രഹെൻഷൻ കപ്പാസിറ്റി, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കിൽ എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ ഒരു അനാലിസിസ് സ്കില്ല്, സിന്തസിസ് സ്കില്ല്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിത് എഴുതുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ആ സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരുന്നിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ ഗേറ്റ് ക്വാളിഫൈ ചെയ്യുന്നോ, എത്രത്തോളം നേരത്തെ നിങ്ങൾ ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നു, അത്രത്തോളം നല്ലതായിരിക്കും. കാരണം നമ്മളിത് സെഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ സൈക്കോളജിയിൽ തന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന, ഇങ്ങനെ ഒരു എക്സാമിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ഈ സെഷനിലില്ലാത്ത ഒരു വലിയ ലോകം പുറത്തുണ്ട്. അപ്പം ഇതിനെപ്പറ്റി അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പം എത്രത്തോളം കോമ്പറ്റീഷൻ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടിക്കൂടി വരും. ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗേറ്റ് എക്സാം ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് എക്സാം ആണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ അതിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ
നിങ്ങൾ വേറെ ഏത് എക്സാമായിട്ട് കമ്പയർ ചെയ്താലും ഈ ഗേറ്റ് എക്സാമിനുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള കിടിലനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്, നല്ല യൂസർ എക്സ്പീരിയൻസ് നല്ലതായിട്ടുള്ള ഇന്റർഫേസ് നല്ലതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പൊതുവെ ബാക്കിയുള്ള എക്സാമുകൾക്ക് കാണാൻ കഴിയാറില്ല, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഗേറ്റിനുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഈസിലി അതിനകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസിലി അതിനകത്ത് പിക്ക് ചെയ്യാം, മനസ്സിലാക്കാം. ആൻഡ് ഒപ്പം ഈവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ക്വിക്കായിട്ട് നമുക്ക് ആ വെബ്സൈറ്റും കൂടെ ഒന്ന് നമുക്ക് ഈ സെഷൻ, സിൻസ് ദിസ് ഇസ് എൻ ഓറിയന്റേഷൻ സെഷൻ, എനിക്ക് തോന്നുന്നു അതും കൂടെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ. ചാറ്റ് ബോക്സ് നമുക്ക് മൂവ് ചെയ്തൂടെ, നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? ഓക്കെ, ചാറ്റ് ബോക്സ് എവിടെ? ആ യെസ് 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 യെസ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പം ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ ഗ്രേഡ് റാങ്ക് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാനിങ്ങനെ ഓറിയന്റേഷൻ സെഷൻ നടത്തുന്നു എന്നുള്ള പോസ്റ്റർ കണ്ടപ്പം എൻ്റെ ഇൻസ്പിറേഷണൽ സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ വേണമെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ആളിപ്പോൾ ലീവിലാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു എന്നാ നീയും കൂടെ വായോ എന്ന് പറഞ്ഞു. അപ്പം നാട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതേപോലെ നല്ല ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി, ചെറിയ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പാറ്റേൺ പറഞ്ഞു. അപ്പൊ നമ്മൾ MCQ ഉണ്ട് എന്ന് പറഞ്ഞു, MSQ ഉണ്ട് എന്ന് പറഞ്ഞു, പാർഷ്യൽ മാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നെഗറ്റീവ് മാർക്കിംഗ്? നമ്മളെ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയതും കൂടെ പോകുന്ന ഒരു പരിപാടിയാണല്ലോ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ശരിയാക്കി, പിന്നത്തെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് തെറ്റിപ്പോയി, അപ്പൊ നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് കുറയും എന്നുള്ളതാണ്. അപ്പോ ഈ നെഗറ്റീവ് മാർക്കിംഗ് ഗേറ്റ് എക്സാമിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ഒരു 1 മാർക്ക് MCQ തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1/3 ആണ് നിങ്ങൾക്ക് ഡിഡക്റ്റഡ് ആവുക. നിങ്ങൾക്ക് കുറയാ 1/3 മാർക്കാണ് നിങ്ങൾക്ക് കുറയാ. 2 മാർക്ക് MCQ ആണ് നിങ്ങൾ തെറ്റുന്നതെങ്കിൽ 2/3 ആണ് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അതിന്റെ ഇനി കോംപ്ലിക്കേറ്റഡ് ഫർദർ സൊഫിസ്റ്റിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ നടത്തിയാൽ മതി. ഈ രീതിയിലുള്ള ഒരു ഡിഡക്ഷൻ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. സമാധാനമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് MSQയുടെ കാര്യത്തിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. MSQന്റെ കാര്യത്തിലും ന്യൂമറിക്കൽ എബിലിറ്റി NIT ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. ഭയങ്കര കൺഫ്യൂസിങ് ആവാൻ സാധ്യത ഉള്ളത് MSQ ആയിരിക്കും. കാരണം നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിംഗിൾ ആൻസർ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും MCQയുടെ കാര്യത്തിൽ. പക്ഷെ MSQ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടോ ഇല്ലേ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ 4 ചൂസ് ചെയ്യേണ്ട അടുത്ത് നിങ്ങൾ 3 ചൂസ് ചെയ്ത് നിങ്ങൾ ആൻസർ സേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ MSQയുടെ കാര്യത്തിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഒപ്പം പാർഷ്യൽ മാർക്കിങ്ങും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോ ഇതിനകത്ത് പല കാറ്റഗറി ഉണ്ട്. ഞാൻ വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ കാറ്റഗറി നമുക്ക് MSQ ആണോ MCQ ആണോ നമുക്ക് മനസ്സിലാവും. ഫൈഹ MSQ ആണോ MCQ ആണോ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുമല്ലോ. അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ MSQ ആണോ MCQ ആണോ എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് സിലബസിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് വെബ്സൈറ്റിലൂടെ ഒരു ക്വിക്ക് ടൂർ നടത്തിയിട്ട് വരാം. ഓക്കെ, നമുക്കധികം സമയമില്ല. അപ്പോൾ ആദ്യം നമുക്ക് റീസണിങ് ആൻഡ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. നമ്മൾ ഈ XH കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ഈ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് XH എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അതിൽ C5 ആണ് സൈക്കോളജി, C5 ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ കുറെ കാറ്റഗറി ഉണ്ട്. അപ്പൊ ആ കാറ്റഗറി എത്രത്തോളം സബ്ജക്റ്റുകളിൽ ഗേറ്റ് എക്സാം നടക്കുന്നുണ്ട് എന്നുള്ളത് വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ കുറെ കാറ്റഗറി ഉള്ളതിൽ ഒന്നാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഹ്യൂമാനിറ്റീസിൽ പല സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. XH കാറ്റഗറി അഥവാ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിൽ പലതും വരുന്നുണ്ട്. പല സബ്ജക്റ്റുകൾ വരുന്നതിൽ ഒന്ന് മാത്രമാണ് സൈക്കോളജി. അതില് ഈ XH കാറ്റഗറി ഹ്യൂമാനിറ്റീസ് പേപ്പറുള്ള എല്ലാ ആൾക്കാർക്കും കമ്പൽസറി ആയിട്ട് നമ്മുടെ എഴുതേണ്ട പേപ്പറാണ്, എഴുതേണ്ട ഒരു ടെസ്റ്റാണ് റീസണിങ് ആൻഡ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ റീസണിങ് സ്കില്ല്, കോംപ്രഹെൻഷൻ സ്കില്ല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരൊന്ന് മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ സബ്ജക്റ്റിനെക്കാളും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട്
തോന്നിയതും സ്കോർ ചെയ്യാനൊക്കെ പറ്റിയതും ഈ ഒരു പാർട്ടായിരുന്നു. ഈ പറഞ്ഞ നമ്മൾ പേപ്പർ 1 എന്നൊക്കെ പറയാവുന്ന ഒരു പാർട്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്തിരുന്നത്. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, എനിക്ക് സൈക്കോളജിയാണ് കുറച്ചുകൂടെ ടഫായിട്ട് തോന്നിയിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഒരു കാലങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഒരു സ്കില്ല് നമുക്ക് ഉപയോഗിക്കാം, എഫക്റ്റീവ്ലി ഈ ഒരു ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് പൊടി തട്ടി എടുത്താൽ മതി. അപ്പോൾ ഇത് ഡയറക്ട്ലി നിങ്ങളുടെ ലാംഗ്വേജ് കോമ്പിറ്റൻസോ ഗ്രാമറോ വൊക്കാബുലറി ഒന്നും ചെക്ക് ചെയ്യൂല. പക്ഷെ കുറച്ചും കൂടെ ഒരു ക്രിട്ടിക്കൽ റീസണിങ്, ഉദാഹരണമായിട്ട് ഈ GRE എക്സാം, കാറ്റ്, അങ്ങനത്തെ MBA ഒക്കെ എക്സാമുകൾ ഉണ്ടല്ലോ, ഇത്തരം എക്സാമുകളിലൊക്കെ ഉള്ള സമാനമായിട്ടുള്ള ഒരു റീസണിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ കോംപ്രിഹെൻഷൻ സ്കില്ലൊക്കെ മെഷർ ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ നിങ്ങൾക്കിപ്പോ ഈ CMAT, കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാമുകൾ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ ഈ റീസണിങ്ങിന്റെയും ലോജിക്കൽ റീസണിങ്, ജനറൽ എബിലിറ്റി, ഇങ്ങനത്തെ ബുക്ക് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ പുസ്തകങ്ങൾ വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊക്കെ റെഫർ ചെയ്യാം. പക്ഷെ അത് മാത്രം നോക്കരുത്, അതിന്റെ കൂടെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള ഗേറ്റ് എക്സാമിന് ചോദിച്ച പാറ്റേൺ എന്താണ്, എങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത് എന്നും കൂടെ ഒന്ന് നിങ്ങൾ റെഫർ ചെയ്യും കൂടെ വേണം, അത് കൃത്യമായിട്ട് നോക്കുകയും കൂടെ വേണം. സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇപ്പൊ പെപ്പിന്റെ പാർട്ടായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് ഒരു ക്രാഷ് കോഴ്സ് പോലെയൊക്കെ വരും എന്ന് മുബഷിർ പറഞ്ഞു. അപ്പം താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് തുടങ്ങിയ മുതൽ, ഗേറ്റ് 2021 ഗേറ്റ് സൈക്കോളജി തുടങ്ങിയ മുതൽ ഒരു ആവറേജ് ഒരു അറൌണ്ട് 50 ആൾക്കാരെങ്കിലും ഒരു പെപ്പിലൂടെ ഗേറ്റ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അതിനൊരു നാക്കുണ്ട്. നമ്മൾ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ടാക്കിൾ ചെയ്യാൻ, ട്രാക്ക് ചെയ്യാനുള്ള ഒരു നാക്കുണ്ട്, ഒരു സ്കില്ലുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം, കുറേ വിഷയങ്ങളെ പറ്റി നമുക്ക് ധാരണ ഉണ്ട്, പക്ഷെ ചിലപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ സ്കോർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ ആ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ റീസണിങ് ആൻഡ് കോംപ്രിഹെൻഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിനകത്ത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്, അനലിറ്റിക്കൽ റീസണിങ് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നിങ്ങൾ ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസിന്റെ മോഡലിലേക്കോ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഫർദർ ഇഫ് ഇറ്റ് ഇസ് റിക്വയർഡ്, ഇഫ് യു വാണ്ട്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഓർഗനൈസേഴ്സ് പറയും. അതായത് കുറച്ചും കൂടെ ഒരു ഷോർട്ട് പാസേജ്, അതിന്റെ കറക്ഷൻസ്, അതിന്റെ മോഡിഫിക്കേഷൻ, സെന്റൻസിൽ തെറ്റുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഉള്ള ആ സെന്റൻസിന്റെ എക്സ്പ്രഷനിൽ എന്തെങ്കിലും റെട്ടോറിക്കൽ ആസ്പെക്റ്റുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ചില സെന്റൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ 1-2 തവണ വായിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയല്ല വരേണ്ടത്, ഇങ്ങനെ വരേണ്ടതെന്ന് മനസ്സിലാവും. ചിലപ്പോൾ റീസൺ ഒന്നും ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. സോ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ചിലപ്പോൾ ചില ലാംഗ്വേജ് യൂസ് ചെയ്തൊക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടോ വായിച്ചിട്ടൊക്കെ പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു പക്ഷെ പറ്റുമായിരിക്കും. പിന്നെ അനലിറ്റിക്കൽ റീസണിങ് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ചില സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ ഉള്ള റിലേഷൻഷിപ്സ്, കൺക്ലൂഷൻസും ഇൻഫറൻസസും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു അനലിറ്റിക്കൽ സ്കില്ല് പരിശോധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ലോജിക്കൽ റീസണിങ്, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു ആർഗ്യുമെന്റ് പ്രഡിക്റ്റ് ചെയ്യാൻ, ചില സപ്പോർട്ടിങ് ലോജിക്, സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു ലോജിക്കൽ റീസണിങ് മനസ്സിലാക്കാൻ അസസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതാണ് ഇതിൽ ഉണ്ടാവുക. പിന്നെ നിങ്ങളുടെ സൈക്കോളജിയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ C5 സൈക്കോളജി വരുന്നത്. സൈക്കോളജിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സൈക്കോളജിക്കാര് വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ സൈക്കോളജിയുടെ ഗേറ്റിൽ സിലബസ് എടുത്താൽ ഒന്നാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ് നോക്ക്, റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ട്, റിസർച്ചിന് വളരെ എംഫസിസ് കൊടുത്തിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിലബസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മെയിൻ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് റിസർച്ചിനാണ്. അപ്പൊ അതിൽ റിസർച്ച് മെത്തേഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പൊ അതിനകത്ത് റിസർച്ചിലേക്കുള്ള അപ്രോച്ചുകൾ, എങ്ങനെ റിസർച്ച് ഡിസൈൻ ചെയ്യാം, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിലും
സാറിന്റെ സൗണ്ട് ബ്രേക്കാണ് സർ. ആണോ? എപ്പോ മുതൽ കട്ടായി? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കാം സർ. എപ്പോ മുതൽ കട്ടായി? ഞാൻ റിസൾട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ. ഓക്കെ, ഞാൻ റിസർച്ചിനെ പറ്റി പറഞ്ഞു തുടങ്ങിയോ? തുടങ്ങി. ഓക്കെ, അപ്പൊ റിസർച്ചിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കൂ, ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാല്, കാരണം ഈ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ റിസർച്ച് പൊസിഷനിലേക്ക്, അതല്ലെങ്കിൽ PhD പോലെയുള്ള പൊസിഷനിലേക്കൊക്കെയാണ് നമ്മൾ ഈ ഗേറ്റ് സ്കോർ ആയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള, നമ്മുടെ സ്കില്ല് കറക്റ്റ് ആയിട്ട് നോക്കുന്ന രീതിയിലുള്ള ഒരു എക്സാം ആണ്. പക്ഷെ നിങ്ങളിപ്പോ UGക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് സ്റ്റാറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ ഇത്, മാത്സ് ഇഷ്ടമല്ലായിട്ടാണ് ഞാൻ സൈക്കോളജി എടുത്തത്, ഇപ്പൊ ഇതിലും ഫുള്ള് സ്റ്റാറ്റിയും റിസർച്ചും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണല്ലോ എന്ന് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഇതങ്ങനെയല്ല. ഇതങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു സ്റ്റാറ്റിയോ പ്രശ്നമുള്ള ഒരു റിസർച്ച് മെത്തേഡൊന്നല്ല. നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ, ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളത് മാത്സ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. അയ്യോ, വീണ്ടും പോയോ റിയ? ഓക്കെ, നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ടാണ്, സോറി. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എനിക്ക് മാത്സിൽ വലിയ സ്കില്ലുള്ള ഒരാളായിരുന്നില്ല ഞാൻ. എനിക്ക് ഈ നമ്മൾ പറയല്ലോ കാലത്തിന്റെ ഒരു പ്രതികാരം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് സയൻസ് സബ്ജക്ട്സ് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് +1 +2 പഠിച്ചത്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി. സയൻസിനോടുള്ള വിരോധം കാരണമാണ് ഞാൻ വീട്ടില് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. സൈക്കോളജിയോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സൈക്കോളജിയുള്ള ഹ്യൂമാനിറ്റീസിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു 10-30 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി പഠിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാലത്തിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ പോലെ ഞാൻ പിന്നെ BSc പഠിച്ചു, പിന്നെ ഞാൻ MSc പഠിച്ചു, ഇപ്പൊ ഞാൻ PhD ഇൻ കൊഗ്നിറ്റീവ് സൈക്കോളജിയാണ്. ഒരവസ്ഥ നോക്കണേ. അപ്പോൾ ഇപ്പം ഇവിടെ നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പൈത്തൺ പഠിക്കേണ്ടി വരുന്നു, നമുക്കൊന്നും മനസ്സിലാവാത്ത മാത്തമാറ്റിക്കൽ ഫോർമുലകൾ പഠിക്കേണ്ടി വരുന്നു. റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് ഇഷ്ടമില്ല നമ്മൾ വിചാരിച്ചത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റോടുകൂടെ ഒരു പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ രസം ഉണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ള ഒരു പർപ്പസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഐശ്വര്യ പറയുന്നുണ്ട് മാത്സ് ഇല്ലാണ്ടൊന്നും പറ്റില്ല. ഐശ്വര്യ മാത്സ് ആണ്, ഐശ്വര്യ കിട്ടിയ ചാൻസ് മുതലാക്കുകയാണ്. അപ്പം റിസർച്ച് മെത്തേഡ്സ്, അതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. പിന്നെ സൈക്കോമെട്രിക്സ്, നമ്മൾ ഈ സൈക്കോളജിക്കൽ മെഷർമെന്റ് ടെക്നിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് സ്കെയിൽ കൺസ്ട്രക്ഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളുണ്ട്. നമ്മളിപ്പം നിങ്ങൾ UG ഡിസർട്ടേഷന്റെ സമയത്തൊക്കെ നിങ്ങൾ പല സ്കെയിലുകൾ നോക്കുമല്ലോ. നിങ്ങളൊരു വേരിയബിൾ ആയിട്ട് കൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ ടീച്ചർ ചോദിക്കുമല്ലോ, ഇതിൽ സ്കെയിൽ ഉണ്ടോ, ഇത് മെഷർ ചെയ്യാനുള്ള ക്വസ്റ്റ്നെയർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ. അപ്പൊ ക്വസ്റ്റ്നെയർ ഇല്ലെങ്കിൽ വേണ്ട എന്ന് ഒക്കെ പറയുമല്ലോ. അപ്പൊ ആക്ച്വലി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യും അല്ലെ, നമ്മൾ അങ്ങനത്തെ ടൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ സൈക്കോമെട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മാത്സിന്റെ ഒരു പരിപാടിയാണല്ലോ, മെഷർമെന്റ് പരിപാടിയാണല്ലോ. അപ്പൊ സൈക്കോളജിക്കൽ കൺസെപ്റ്റുകളെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്ന, ഇത്തരം സൈക്കോളജിക്കൽ മെഷർമെന്റിനെ പറ്റി അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ബേസിക് കോമ്പണൻസ്, സ്കെയിൽസ്, അനാലിസിസ്, ഐറ്റംസിന്റെ അനാലിസിസ്, പിന്നെ ഇന്റലിജൻസ് ടെസ്റ്റ് വരുന്നുണ്ട്, പെർഫോമൻസ് ടെസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ UGക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഇന്റലിജൻസ് ടെസ്റ്റുകൾ വരുന്നുണ്ട്, ടെസ്റ്റ് കൺസ്ട്രക്ഷന്റെ മെത്തേഡ്സ്, പിന്നെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ച റിലയബിലിറ്റി, വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ, പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെ പല മേഖലകളിലുള്ള അപ്ലിക്കേഷൻസ്, കൗൺസിലിംഗിലുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ഡൊമൈനിലുള്ള കാര്യങ്ങൾ, ക്ലിനിക്കൽ ഡൊമൈനിലുള്ള അപ്ലിക്കേഷൻ, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റൽ സൈക്കോളജിയിലുള്ള അപ്ലിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബയോളജിക്കൽ ആൻഡ് ഇവല്യൂഷണറി ബേസിസ് ഓഫ് ബിഹേവിയർ സൈക്കോളജിയിലേക്ക് പോകുന്നു. അതിനകത്ത് കുറച്ചും കൂടെ ഒരു ഡെൻസ് ആയിട്ടാട്ടോ ഉള്ളത്. അതായത് നിങ്ങൾ കുറച്ചുകൂടെ പെരിഫറൽ ആയിട്ടാണ് നമ്മൾ ചിലപ്പം UGക്ക് പഠിച്ചതെങ്കിൽ, അത് ഞാൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾ പെരിഫറൽ ആയിട്ട് എന്ന് പറയുമ്പോഴേ, ഞാൻ ആക്ച്വലി ഇത് +1 +2 പഠിക്കാത്ത ആളാണ്. സോ UGക്ക് ബയോളജിക്കൽ ബേസിസ് അല്ലെങ്കിൽ ഫിസിയോളജി പഠിക്കുമ്പോൾ എനിക്കത് കുറച്ച് ബേസിക് ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനേക്കാളും ഡെൻസിൽ നിങ്ങളുടെ +1 +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ ഒരു പക്ഷേ
പഠിച്ചിട്ടുണ്ടാവണം. സോ ഇത് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടാണ്, കുറച്ചുകൂടെ ഒരു ഡെൻസ് ആയിട്ട് പോകുന്നുണ്ട്. ഹെറിഡിറ്റി, ബിഹേവിയർ, ഇവല്യൂഷൻ, നാച്ചുറൽ സെലക്ഷൻ, നെർവസ് സിസ്റ്റം, ബ്രെയിനിന്റെ സ്ട്രക്ചർ, ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇമോഷന്റെ ബയോളജിക്കൽ ബേസിസ്, അതിന്റെ പല സിസ്റ്റംസ്, ലിംബിക് സിസ്റ്റം പോലുള്ള സാധനങ്ങൾ, നമ്മുടെ അനാട്ടമിക്കൽ മെത്തേഡ്സ്, ലീഷൻ ടെക്നിക്ക്, കെമിക്കൽ മെത്തേഡ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സമയം കണ്ടെത്തി ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഈസി ഫോർ യു. ഓക്കെ. പിന്നെ നമ്മൾ ഒബ്വിയസ്ലി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് സൈക്കോളജിയിൽ ഇഷ്ടമുള്ള പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, ഫോർഗെറ്റിംഗ്, കൊഗ്നിഷൻ, തിങ്കിങ്, ഇന്റലിജൻസ്, ലാംഗ്വേജ്, പേഴ്സണാലിറ്റിയുടെ തിയറീസ്, മോട്ടിവേഷൻ, ഇമോഷൻ, സ്ട്രെസ്, കോപ്പിംഗ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവാൻ സാധ്യതയുള്ള സോഷ്യൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, സൈക്കോളജിയുടെ മൊത്തത്തിലുള്ള അപ്ലിക്കേഷൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സൈക്കോളജി സിലബസിൽ വരുന്നത്. എന്ത് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? മാനേജബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? മാനേജബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ, എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? യാ, നിങ്ങളിപ്പോ ഓൾറെഡി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പം UG ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PG എക്സാമിന് വേണ്ടിയിട്ട്, PG എൻട്രൻസ് എക്സാമിന് വേണ്ടി, ഇപ്പൊ പെപ്പിലുള്ള കുട്ടികൾ ഇതിലുണ്ടാവും, പെപ്പിലില്ലാത്ത കുട്ടികളുണ്ടാവും. പെപ്പിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും. ഐ മീൻ, ഞാൻ അല്ലാത്ത കുട്ടികൾ കവർ ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, കാരണം ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കുട്ടികൾ കവർ ചെയ്തിട്ടുണ്ടാവും, കാരണം ഇത്രയും സമയമായ സ്ഥിതിക്ക്. സോ നിങ്ങളുടെ PG എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ UG ഫൈനൽ ഇയർ ആണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൈൻഡ് ഓഫ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ, നമ്മൾ ഈ 1 shot 2 birds എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പരിപാടി ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ എക്സാം നിങ്ങൾ മിസ്സാവാതെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഈ എക്സാം നിങ്ങൾ കുറച്ചൊരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി, 1 shot 2 birds, നിങ്ങൾക്ക് നിങ്ങളുടെ PG അഡ്മിഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ കിട്ടുകയും ചെയ്യും. ഒപ്പം നിങ്ങൾക്ക് ഒരു ഗേറ്റും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ റെഡിയാണോ അതിന്? ചാറ്റ് ബോക്സ് റെഡിയാണോ? ഒരു എന്താ പറയാ, ഇത് നല്ലൊരു ഓഫറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു PG അഡ്മിഷൻ വിത്ത് സെക്യൂർ ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ചെറിയ കാര്യം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വളരെ റാൻഡം ആയിട്ട്, നിങ്ങൾക്ക് തോന്നും സൈക്കോളജിയുടെ ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഇൻ കേസ് എന്താണ് ഈ റീസണിങ് കോംപ്രഹെൻഷൻ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ എന്താ ഉണ്ടാവുക, എന്താ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ പൊതുവെ ഓൺലൈനിലുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് ഞാൻ പൊതുവെ റെഫർ ചെയ്യാറുള്ളത്. ചില യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് പല പ്ലാറ്റ്ഫോമുകളിലേതായിട്ട് ഈ പറഞ്ഞ റീസണിങ്ങിന്റെയും ഈ കോംപ്രഹെൻഷന്റെ ഒക്കെ ഉണ്ട്. അത് ഇനഫ് അല്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ബുക്ക് ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ പോകണം എന്നുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനത്തെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഞാനുമായിട്ട് മെസ്സേജ് ചെയ്യാം, അതല്ലെങ്കിൽ ഓർഗനൈസേഴ്സുമായിട്ടൊക്കെ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ഓൾസോ സജസ്റ്റ് സം ബുക്സ്. ഇതിപ്പോ മക്രോഹിലിന്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. റാൻഡമായിട്ട് മക്രോഹിലിന്റെ ബുക്ക് മാത്രം, കാറ്റിന്റെ ബുക്ക് മാത്രം വെച്ചതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ബുക്ക് ഉണ്ട്, വെർബൽ എബിലിറ്റിന്റെ ഒക്കെ ബുക്ക്, ലോജിക്കൽ റീസണിങ്ങിന്റെ ഒക്കെ ഒരു ബുക്ക് ഉണ്ട്. അതിൽ ഹിൽമ ചോദിക്കുന്നുണ്ട് PG സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും PG സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുമല്ലോ. നമുക്ക് UG ഫൈനൽ ഇയറും നമ്മൾ PG പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എഴുതാന്നുള്ളതാണ്. നിങ്ങൾ UG ഫൈനൽ ഇയർ എങ്കിലും 3rd ഇയർ എങ്കിലും നിങ്ങൾ എത്തണം എഴുതണമെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോവാം. ഓക്കെ, ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോവട്ടെ. നമുക്കിനൊരു 10 മിനിറ്റും കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ക്യാൻ ഐ പ്രൊസീഡ്? യാ, ഞാൻ ഈ ചാറ്റ് ബോക്സിൽ കുറച്ച് മെസ്സേജ് വരുമ്പോൾ ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു സ്ക്രീൻ ഇങ്ങനെ കാണുന്നു. നിങ്ങൾ കാണുന്ന ആ സ്ക്രീനില്ലേ, ആ സ്ക്രീൻ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഇപ്പുറത്ത് ചാറ്റ് ബോക്സ് കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഓക്കെ, എക്സാം എപ്പോഴാണ് വരുന്നതെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് പറയാം. ഫെബ്രുവരിയിലാണ് എക്സാം, അല്ല അറിയാതിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഓപ്പർച്യൂണിറ്റി പറയുമ്പോഴേ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ CV-ക്ക് ഒരു വെയിറ്റേജ് ആയിരിക്കും എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റി ആട്ടോ. ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി അതും കൂടിയാണ്. അല്ലാണ്ട് അഡ്മിഷൻ ആണ്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും ഡോക്ടറൽ പ്രോഗ്രാമിനും നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടാൻ
എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ സയൻസ് സബ്ജക്റ്റിലോ ആർക്കിടെക്ചറിലോ ഹ്യൂമാനിറ്റീസിലോ ഒക്കെ നിങ്ങൾക്ക് ഡോക്ടറൽ പ്രോഗ്രാമിനും PhD, ഡോക്ടറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ PhD, മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഗേറ്റ് സ്കോർ ഉപയോഗിക്കാം. പിന്നെ എഞ്ചിനീയറിംഗിന്റെ റെലവെന്റ് ഡോക്ടറൽ പ്രോഗ്രാമിന് ഇത് പറ്റും എന്നുള്ളതാണ്. MOE സപ്പോർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതേപോലെ തന്നെ ചില ഗവൺമെന്റ് ഏജൻസീസ് കൊടുക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സൈക്കോളജിയുടെ കേസിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ PG, നിങ്ങൾ ഇപ്പം UG ഫൈനൽ ഇയർ പഠിക്കുമ്പോഴോ PG പഠിക്കുന്ന സമയത്തോ നിങ്ങൾ ഗേറ്റ് ക്വാളിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PG കംപ്ലീറ്റ് ആവുന്നതിന്റെ ഉടനെ നിങ്ങളുടെ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് PhDക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു സ്ഥലത്ത് PhDക്ക് അഡ്മിഷൻ നേടാം വിത്ത് ഫെലോഷിപ്പ്. ദാറ്റ് ഇസ് ദ ഓഫർ. ഓക്കെ, അപ്പം 3 വർഷമാണ് നിങ്ങളുടെ വാലിഡിറ്റി, ഗേറ്റ് സ്കോറിന്റെ വാലിഡിറ്റി. സോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ PG 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഇനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്റെ കാര്യം, MTech പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ NIT-യിൽ ഇവിടെ ഇപ്പം നമുക്കറിയാവുന്ന മലയാളികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഗേറ്റ് സ്കോറിന്റെ ബേസിൽ മന്ത്ലി അവർക്ക് ഒരു 12,400 എന്നുള്ള രീതിയിലാണ് അവർക്ക് ഫെലോഷിപ്പ് കിട്ടുന്നത്. ജനറലി 22 മന്ത്സിലേക്കാണ് അവർക്ക് ഫെലോഷിപ്പ് കിട്ടുന്നത്. PhD പ്രോഗ്രാമുകൾക്ക് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു 37,000 ആണ് ഫെലോഷിപ്പ് കിട്ടുന്നത്. അത് ആദ്യത്തെ 2 ഇയേഴ്സിലേക്കും 42,000 പെർ മന്ത് ഒരു 3rd to 5th ഇയറിലാണ്. അപ്പൊ ഞാനിപ്പോ 3rd ഇയറിലാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഫെലോഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സമയത്തിലേക്കൊക്കെ ഞാൻ പ്രവേശിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായിട്ട് എനിക്ക് ഫെലോഷിപ്പ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടണേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പം കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറെ ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മളെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും അവർക്ക് സാറ്റിസ്ഫൈങ് ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ഒരു പക്ഷെ തരും, നമ്മളെ SRF-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഇനി റിക്രൂട്ട്മെന്റ്സ്, ഓക്കെ, ജോബാണ്. പല DRDO പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനായിട്ട് സൈക്കോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം DRDO ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാക്കി നമുക്ക് വെക്കാം. ഇനി അതല്ലാതെ പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലേക്കും അല്ലാത്ത ചില പൊസിഷനുകളിലേക്കൊക്കെ ഗേറ്റ് സ്കോറിന്റെ ബേസിൽ ജോബ് റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നിങ്ങൾ സ്ലൈഡിൽ കാണുന്നുണ്ടാവും പല ഈ പറഞ്ഞ ലിമിറ്റഡ് ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനി. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നമ്മുടെ എയർപോർട്ട്സ് ഉണ്ടല്ലോ, എയർപോർട്ട്സിൽ ജോലിക്ക് ഗേറ്റ് സ്കോർ പരിഗണിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഭാരത് BSNL, കോൾ ഇന്ത്യ ലിമിറ്റഡ്, സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗെയിൽ പൈപ്പ് ലൈൻ സമരമൊക്കെ ഉണ്ടായിരുന്നു. ഗെയിലിന്റെ വരെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇങ്ങനെ തുടങ്ങി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ്, ഇങ്ങനെ തുടങ്ങി പല PSUസിലേക്കുള്ള ജോബിന് ഗേറ്റ് ഒരു വാലിഡ് സ്കോർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല ഞാനിങ്ങനെ ചില നോട്ടിഫിക്കേഷൻസ് കണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചില സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ഈ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ ഉള്ള ചില പൊസിഷനുകളിലേക്ക് ഗേറ്റ് സ്കോർ വെച്ചിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോ നമ്മൾ അതിന്റെ അഡ്വർടൈസ്മെന്റും നോട്ടിഫിക്കേഷനും ഒക്കെ പറയൂ. ഈ ഓർഗനൈസേഷനിലൊക്കെ സൈക്കോളജി പോസ്റ്റുകൾ ഉണ്ടോ? അല്ലല്ല, ഇത് ആ പോസ്റ്റുകൾ സൈക്കോളജി പോസ്റ്റുകൾ ആയിക്കൊള്ളുന്നില്ല. പോസ്റ്റുകളാണ് ഗേറ്റിന്റെ ബേസിലുള്ള പോസ്റ്റുകൾ. DRDOയിലുള്ള ജോബ് ആണെങ്കിൽ കുറച്ചുകൂടെ സൈക്കോളജി ഓറിയന്റഡ് ആയിട്ട് റിസർച്ച്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? DRDOന്റെ ജോലിക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ? അപ്പോ അത് ആ സമയത്ത് വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ പോലെയാണ്. ജനറലി ഏജ് ലിമിറ്റ് ഉണ്ടാവാറില്ല. ഓക്കെ. DRDO റിസർച്ച് സെന്റർ അല്ലേ ആക്ച്വലി? ഡിഫൻസ് അവിടെ റിസർച്ച് അസോസിയേറ്റ് അങ്ങനത്തെ ജോബ്സ് ആണോ സൈക്കോളജി? റിസർച്ചർ ആയിട്ടാണ് ഉണ്ടാവുക. ബാക്കിയുള്ള ഓർഗനൈസേഷനിലൊക്കെ ജനറൽ പോസ്റ്റുകളാണ് ഉണ്ടാവുക. ആക്ച്വലി ഈ PSUസിന്റെ പേരുകളാണ് പറയുന്നത്. അപ്പം ഈ PSUസിലേക്കൊക്കെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനികളിലേക്കൊക്കെ പല പൊസിഷനുകളിലേക്ക് വിളിക്കും. പലതും ആവാം. അതിൽ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? യെസ്.
ഇതിനൊക്കെ ബിടെക് ക്വാളിഫിക്കേഷൻ വേണ്ടുന്നതില്ലേ ഇപ്പം പല അത് ഡിപ്പെൻസ് അപ്പോൺ ദ നോട്ടിഫിക്കേഷൻ. ചിലത് അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ ജനറലി പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പല സാധനങ്ങളിലേക്കുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഗേറ്റ് പറയാറുണ്ട്. ഇനി അവർ സ്പെസിഫിക്കലി നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഈ ഗേറ്റ് കൂടാതെ ചില കാര്യങ്ങളും കൂടെ പറയും. അതും കൂടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിലായോ? അതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ PhD ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഒരു ഗേറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രം വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ PhD ക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ദാറ്റ് ഈസ് നമ്മളിപ്പോ ഈ കമ്പനികളുടെ കാര്യമാണെങ്കിലും അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യമാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് വെക്കാന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ അവിടെ നടത്തുന്ന ഒരു ടെസ്റ്റിൽ നിങ്ങൾ മിനിമം ഇത്ര ക്വാളിഫൈ ചെയ്യണം. നിങ്ങൾ ഗേറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും അവർ നടത്തുന്ന ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഇത്ര സ്കോർ ഉണ്ടായിരിക്കണം എന്ന് അവർ പറയും. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. മനസ്സിലായോ? അപ്പം എത്രത്തോളം സ്കോർ, എത്രത്തോളം വെയിറ്റേജ് അവർ ഗേറ്റിന് കൊടുക്കുന്നു എന്നുള്ളത് would be different based on the from institutions to institution, from job to job. സോ അതൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഇനി നമുക്ക് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ PG ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ UG ചെയ്യുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവരുടെ തേർഡ് ഇയർ ആണ് കേട്ടോ. അവർക്ക് ആ രീതിയിലാണ് ഇവര് കൃത്യമായിട്ട് പറയുന്നത്. തേർഡ് ഇയറിൽ നിങ്ങൾക്ക് എഴുതാന്നുള്ളതാണ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഗേറ്റ് സ്കോർ എന്താ പറയാ സ്വീകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു എക്സോസ്റ്റീവ് കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്നുമല്ല. ഉദാഹരണമായിട്ട് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ ഗേറ്റ് സ്കോർ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ NTU എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി ഗേറ്റ് സ്കോർ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട്. ജർമ്മനിയിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ജർമ്മനി ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചില യൂണിവേഴ്സിറ്റികൾ, ദിസ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ലിസ്റ്റ്. അപ്പൊ ആ രീതിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിലേക്കും ഇന്ത്യയിലെ ഗേറ്റ് എക്സാം പരിഗണിക്കാറുണ്ട്. സർ എന്താ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി ഗേറ്റ് സ്കോർ എന്താ കൺസിഡർ ചെയ്യാറുണ്ടെന്ന്. പക്ഷെ സൈക്കോളജിയിൽ ഡോക്ടറൽ പ്രോഗ്രാമിന് ചെയ്യുന്നുണ്ടോ? അതൊന്ന് ജനറലി ഉണ്ടാവാറില്ല. ഡോക്ടറൽ പ്രോഗ്രാമിന് ജനറലി ഉണ്ടാവാറില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടൈം ടു ടൈം, ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആ സമയത്ത് വരുന്നതും കൂടെ കൃത്യമായിട്ട് നോക്കണം. മേ ബി ഇനി വേരി ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഗേറ്റ് നെറ്റ് എന്നുള്ളതാണ് ഇവിടത്തെ ഒരു കാര്യം. ഗേറ്റ് നെറ്റ് JRF എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇവിടെ ആദ്യം ഏതോ ഗേറ്റിന് വലിയ വെയിറ്റേജ് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹ്യൂമാനിറ്റീസിന്റെ കാര്യത്തിൽ ഗേറ്റിന് പ്രത്യേകിച്ച് വെയിറ്റേജ് സെപ്പറേറ്റ് ഒരു കൂടുതൽ വെയിറ്റേജ് ഇവർ കൊടുക്കുന്നില്ല. സോ അത് ഓരോ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് മാറുന്നതാണ്. കറന്റ് എന്റെ അറിവിൽ ഡോക്ടറൽ പ്രോഗ്രാമിലേക്ക് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു മുബഷിർ സെഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയിക്കാം, ഒന്ന് റെഫർ ചെയ്തിട്ട് അറിയിക്കാം. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ ഇനിയുള്ള ഫർദർ ഉള്ള ഡിസ്കഷനിൽ നമുക്കത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. കറന്റ്ലി അങ്ങനെ കേട്ടിട്ടില്ല, അങ്ങനെ അറിവിലില്ല. ഓക്കെ. ഇത്തവണത്തെ ഗേറ്റിന്റെ ഒരു ഡേറ്റിലേക്ക് പോയിട്ട് നമുക്ക് ഓൾറെഡി 8 മണിയായി. അപ്പോ ഇത്തവണത്തെ ഗേറ്റ് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തോ? നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ? അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ? ആരൊക്കെ അപ്ലൈ ചെയ്തു? ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരാവോ? അപ്ലൈ ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. 28-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 28-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു ലൈഫ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? അതായത് ഇപ്പോ ചില എക്സാംസിനൊക്കെ നമുക്ക് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണ്ടി വരുമല്ലോ, അതുപോലെ എന്തെങ്കിലും? അങ്ങനെ കംപ്ലീറ്റ്ലി ഇത്തരം നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത കുറെ പേരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ അല്ല, ഓൺലൈനിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ്. അതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പൊ സെപ്റ്റംബർ 28 വരെ നിങ്ങൾക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഒക്ടോബർ 9 വരെ നിങ്ങൾക്ക് ലേറ്റ് ഫീയോട് കൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ വിട്ടുപോവാതിരിക്കുന്നതാണ് നല്ലത്. വിട്ടുപോവുകയാണെങ്കിൽ ഒക്ടോബർ 9 വരെ നിങ്ങൾക്ക് പോവാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാറ്റഗറിയോ എക്സാമിനേഷൻ സിറ്റി മാറ്റാനോ അങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നവംബർ 6 വരെ സമയം ഉണ്ടാവും. ദെൻ എക്സാമിനേഷൻ നടക്കുക 7th 8th ഫെബ്രുവരി, പിന്നെ 14th 15th ഫെബ്രുവരിയിലും കൂടെ ആയിട്ടാണ്. സാറ്റർഡേ സൺഡേയിലാണ് എക്സാം ഉണ്ടാവുക. പിന്നെ ഒരു മാർച്ച് 19th ആവുമ്പോൾ എക്സാം റിസൾട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലൂടെ അനൗൺസ് ചെയ്യും. മാർച്ച് 27 ടു മെയ് 31 വരെയുള്ള സമയത്ത് നിങ്ങളുടെ സ്കോർ കാർഡൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പറ്റും. ജൂൺ 1 മുതലാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു 500 രൂപ ഫീ അടച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. സോ അതിന് മുമ്പ് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും എന്തുകൊണ്ടും നല്ലത്. ദിസ് ഇസ് ഓൾറെഡി ഇന്ന് 18-ാം തീയതി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്. അപ്പം ഈ പറഞ്ഞ ഡേറ്റ്സ് ഒക്കെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ. ഇനി സെഷൻ അവസാനിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നിങ്ങൾ ഈ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ നമ്പർ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ക്ലാരിറ്റി കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ ഇനി മെറ്റീരിയലോ ഇനി ഫർദർ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പെപ്പിന്റെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി ഞാൻ പെട്ടെന്ന് സെഷന്റെ മുൻപായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിലോട്ട് പോവാം. കാണാൻ പറ്റുന്നുണ്ടോ വെബ്സൈറ്റ്? കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഇതാണ് വെബ്സൈറ്റ്. നല്ല രസമുള്ള വെബ്സൈറ്റ് അല്ലേ? ഞാൻ എൻ്റെ PhD ചെയ്യുന്നത് യൂസർ എക്സ്പീരിയൻസ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്ററാക്ഷനിലാണ് ഞാൻ PhD ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത് വളരെ രസകരമായ, കാണാനല്ല, ആൾക്കാർക്ക് ഈസിലി പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഗേറ്റിന്റെ പേപ്പേഴ്സ് നോക്കൂ. ഇവിടെ ഗേറ്റ് പേപ്പേഴ്സ് എന്നുള്ളതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഗേറ്റ് 2026 ടെക്സ്റ്റ് പേപ്പേഴ്സ് ആൻഡ് സിലബസ്. ഓക്കെ, ഇവിടെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, 2 പേപ്പർ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്, എക്സാമിനേഷൻ സ്കെഡ്യൂൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടെസ്റ്റ് പേപ്പേഴ്സ് ആൻഡ് സിലബസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ കാറ്റഗറി, കാരണം ഇത്രയും ഒരു 30 ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ കാറ്റഗറി, എന്റെ കേഴ്സർ മൂവ് ചെയ്യുന്ന കാണുന്നില്ല, നമ്മുടെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് XH കാറ്റഗറിയാണ് നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള നിങ്ങളുടെ റീസണിങ് ആൻഡ് കോംപ്രിഹെൻഷൻ B1 എന്ന് പറയുന്നതിന്റെ സിലബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ P1 കാറ്റഗറി കഴിഞ്ഞതിന് ശേഷം പിന്നെ XH കാറ്റഗറിയിലുള്ള എല്ലാ സബ്ജക്റ്റുകളുമാണ്. ഇംഗ്ലീഷ് മുതൽ തുടങ്ങി, ഇംഗ്ലീഷ് കണ്ടോ C2 ആണ്. അപ്പൊ നമ്മുടെ സബ്ജക്ട് ഇംഗ്ലീഷ് നമുക്ക് വേണ്ട. C2, C4 ഫിലോസഫി ആണ്, C5 ആണ് സൈക്കോളജി. C5 ഇതാ XH C5 സൈക്കോളജി ആണ്. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സിലബസിലുള്ളത് എന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിലബസിന്റെ പാർട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി എക്സാം ഓപ്പർച്യൂണിറ്റീസ്, ഈ സ്പെസിഫിക്കലി ഗേറ്റ് 2026 നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നെറ്റ്വർക്ക് ഡിസ്കണക്ട് ആയതാണെന്ന് തോന്നുന്നു. ഇപ്പൊ കണക്ട് ചെയ്യാം കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കട്ട് ആയിട്ടുണ്ടായിരുന്നു അയ്യോ, കുറച്ച് നേരത്തെ. ആ ഓപ്പർച്യൂണിറ്റീസ്
ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഹരിയാന എന്നെ വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കേൾക്കാൻ സ്ക്രീന് പറ്റുന്നുണ്ടോ? വിസിബിൾ അല്ലല്ലോ. ഓക്കെ, കാണാൻ പറ്റുന്നില്ലല്ലോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലല്ലോ? കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ പെട്ടെന്ന് ഷെയർ ചെയ്യാം. യെസ്, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. യാ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? യെസ്. ലോഡ് ആയിട്ടുണ്ട്. യെസ്. അപ്പൊ ജസ്റ്റ് സി, ഇതിനകത്ത് ഈ വെബ്സൈറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോ കാരണം നിങ്ങൾക്ക് ഓരോ വർഷത്തെയും ഗേറ്റ്, ഇപ്പൊ ഗേറ്റ് 2025 കഴിഞ്ഞ വർഷത്തെ ഗേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ജോബ് ഏതൊക്കെ PSUs, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഥവാ സ്പെസിഫിക്കലി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, അതിന്റെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ കൃത്യവും വ്യക്തമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഗേറ്റ് 2026 തന്നെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ ഗേറ്റ് 2026 എന്ന് പറയുന്നത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെർട്ടിക്കുലർ വെബ്സൈറ്റ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇവിടെ നോക്കൂ നിങ്ങൾ, ഗേറ്റ് 2026ന്റെ പേപ്പേഴ്സ് സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, എക്സാമിനേഷനിൽ പോകുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള സാധനം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ലോഡ് ആവാൻ സമയമെടുക്കുന്നു. ഓക്കെ, സി, ഈ പറഞ്ഞ അഡ്മിഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സ്കോളർഷിപ്പ്, ഏതൊക്കെ കമ്പനികളിലേക്കാണ് സ്പെസിഫിക്കലി ഗേറ്റ് 2026 റിക്രൂട്ട്മെന്റ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. സി, അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാവും. ഓപ്പർച്യൂണിറ്റീസ്, അപ്ലിക്കേഷൻ ഫീ, എക്സാം സിറ്റി, ഈ കാര്യങ്ങൾ, റിക്വയർഡ് ഡോക്യുമെന്റ്സ്. നമുക്ക് റിക്വയർഡ് ഡോക്യുമെന്റ്സും കൂടെ ആരോ ചോദിച്ചിരുന്നു, നമുക്ക് നോക്കാം. നമുക്ക് ആകെ അപ്ലൈ ചെയ്യാൻ വേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സണൽ മൊബൈൽ നമ്പർ, പാരന്റിന്റെയോ ഗാർഡിയന്റെയോ മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ ഒരു അഡ്രസ്, പിൻകോഡുള്ള കമ്മ്യൂണിക്കേഷൻ പിൻകോഡ്, ഒരു എലിജിബിലിറ്റി ഡിഗ്രി ഡീറ്റെയിൽസ്, അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ എവിടുന്നാണ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ള കോളേജിന്റെ അഡ്രസ്സ്, പിൻകോഡൊക്കെ വേണം. പിന്നെ ഗേറ്റ് പേപ്പർ, നിങ്ങളുടെ ചോയ്സ്, സൈക്കോളജി എന്ന് പറയുന്ന സാധനം. പിന്നെ നിങ്ങളുടെ 3 ചോയ്സസ്, എക്സാമിനേഷൻ സിറ്റീസിന്റെ 3 ചോയ്സസ് നിങ്ങൾക്ക് പറയാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് UPI ഉപയോഗിച്ച് സാധാരണ നിങ്ങൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. ഇനി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു ഇമേജ് വേണം, ഒരു ഗുഡ് ക്വാളിറ്റി ഇമേജ് നിങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് വേണം. അതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. എത്ര വിഡ്ത്ത് വേണം, എത്ര ഹൈറ്റ് വേണം, എത്ര സൈസ് വേണം ഇമേജിന് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഐഡന്റിറ്റി, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി കാർഡിന്റെ ഒരു സ്കാൻഡ് കോപ്പി PDF ആയിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അത് സെയിം ID ഒറിജിനൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം സെന്ററിലും പോകുമ്പോൾ നിങ്ങൾ കയ്യിലെടുക്കണം. നിങ്ങൾ ആധാർ കാർഡാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അതേ കാർഡ് തന്നെ ഒറിജിനൽ നിങ്ങൾ എടുക്കണം. പിന്നെ സ്കാൻഡ് കോപ്പി ഓഫ് ദ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ SC ST അത്തരം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അത് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ നിങ്ങൾ PWD കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ നിങ്ങൾ ഡിസ്ലെക്സിക്കോ ആ രീതിയിൽ എന്തെങ്കിലും ആണെങ്കിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് വേണം. അതേപോലെ തന്നെ ഈ അനക്സറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും കാറ്റഗറി നിങ്ങൾ അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അഥവാ ഉദാഹരണത്തിന് ഒരു കോമ്പൻസേറ്ററി ടൈം വേണ്ട കാറ്റഗറിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, സ്ക്രൈബ് വേണ്ട കാറ്റഗറിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഓപ്ഷൻസ്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ്. സോ എവറിത്തിങ് ഈസ് ഓൾറെഡി ക്ലിയർലി മെൻഷൻഡ് ഇൻ ദ വെബ്സൈറ്റ്. സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്ക് എക്സാം നടക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ എന്തൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത്. സി, ഗേറ്റ് 2025 മുതൽ അങ്ങോട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ ഫോർ പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് 2025ലെയും 2024ലെയും 2023, 2022, 2021 അപ്പൊ ഇതുവരെ നടന്ന സൈക്കോളജി തുടങ്ങിയ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് സൈക്കോളജി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 2025ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ. മനസ്സിലായോ? IIT റൂർക്കി ആയിരുന്നു നടത്തിയിരുന്നത്. IIT റൂർക്കിയുടെ
ലോഗോ കൂടെയുള്ള ഗേറ്റ് 2025 ലോഗോ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതേപോലെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഇയർ മാറ്റിക്കഴിഞ്ഞാൽ 2024ഉം 2023ലെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. അപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് പോകാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. അപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ അപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് നിങ്ങൾ പോവും. അപ്പൊ ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ഹിയർ എന്ന് ചെയ്തിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നിങ്ങൾ തുടങ്ങാൻ. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ മുബഷിറുമായിട്ടൊക്കെ അക്കാദമിക് കോർഡിനേറ്ററുമായിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നു. നെറ്റ്വർക്കിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അപ്പോ ഇനി ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഒപ്പം ഞാൻ സ്ലൈഡിൽ കാണിച്ച നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാം. പിന്നെ അൾട്ടിമേറ്റ്ലി ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങളാണ് ഗേറ്റിനുള്ളത്. ആ സമയത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്രാഷ് മോഡിലുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറഞ്ഞു തരാൻ പെപ്പിന് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഓൾറെഡി 8:13 ആയ സ്ഥിതിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ. എന്തെങ്കിലും എനിക്ക് പല മെസ്സേജുകളും എനിക്ക് അങ്ങോട്ട് എനിക്ക് കുറച്ച് ഒരു 12 മിനിറ്റ് മുമ്പൊക്കെ അയച്ച സാധനങ്ങളൊക്കെയാണ് എനിക്ക് കാണുന്നത്. സോ ഐ എം സോറി, ലൈക്ക് നെറ്റ്വർക്കിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കൂടുതലും കട്ട് ഓഫ് ആണോ അല്ലാതെ പാസ് മാർക്ക് എങ്ങനെയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഇത്ര മാർക്ക് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഹലോ പറയൂ. കോഗ്നിറ്റീവ് സൈക്കോളജി മാത്രമാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? ആര്? IITs? അല്ലല്ല. IITകളിൽ സോഷ്യൽ സൈക്കോളജിയിലൊക്കെ നിങ്ങൾക്ക് PhD ചെയ്യാം. അത് ആ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസേഴ്സിന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതിനു വേണമെങ്കിലും ജോയിൻ ചെയ്യാം. IIT ജോധ്പൂരിലൊക്കെ സോഷ്യൽ സൈക്കോളജി ഉണ്ട്. ഓക്കെ സർ. ഓക്കെ, വേറെന്തെങ്കിലും? ഏതൊക്കെ IIT യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും സൈക്കോളജിയിൽ? IIT ഗാന്ധിനഗറിൽ MSc കോഗ്നിറ്റീവ് സയൻസ് നിങ്ങൾക്ക് ചെയ്യാം. കോഗ്നിറ്റീവ് സയൻസിൽ നിങ്ങൾക്ക് പൊതുവെ IITകളിലൊക്കെ ഒരു കോഗ്നിറ്റീവ് സയൻസിലാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഒരേ IIT ആണ്. എങ്ങനെ? ഒരേ IIT ആണോ ഉള്ളത്? അല്ല IIT ഡൽഹി അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഡിഫറെന്റ് IIT ഡൽഹിയിൽ സൈക്കോളജി മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ടോ എന്ന് എനിക്കൊന്ന് കൺഫേം ചെയ്യണം. മുബഷിർ, IITയിൽ ഡൽഹിയിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ടോ സൈക്കോളജി? കഴിഞ്ഞ തവണ അശ്വാഖിന്റെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അത്. ഓക്കെ. ഇതിനകത്തെ പറയൂ. IITയില് ലൈക് നമ്മൾ ഫുൾ ടൈം PhD മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ? പാർട്ട് ടൈം PhD ഉണ്ട്. പക്ഷെ പാർട്ട് ടൈം വല്ലാണ്ട് അവർ എൻകറേജ് ചെയ്യില്ല. പൊതുവെ കുറച്ചും കൂടെ ഒരു ഇവിടെ നമ്മൾ ഫുൾ ടൈം ഉണ്ടാവേണ്ട രീതിയിലായിരിക്കും. ഫെലോഷിപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫുൾ ടൈം ആയിരിക്കും കേട്ടോ, അല്ലാതെ പാർട്ട് ടൈം ഉണ്ടാവില്ല. ഫെലോഷിപ്പ് ഇല്ലാതെ പാർട്ട് ടൈം ഓപ്ഷൻസ് ഒക്കെ അവർ അഡ്വർടൈസ് ചെയ്യാറുണ്ട്. പക്ഷേ എൻകറേജ് ചെയ്യില്ല. പൊതുവെ നിങ്ങൾ പാർട്ട് ടൈമിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഓരോ വർഷവും നിങ്ങളിപ്പോ നെറ്റ് എക്സാമും ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു 2 തരത്തിലുള്ള കട്ട് ഓഫ് ആണ് ഉണ്ടാവുക. അപ്പോ ഒന്ന് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ആ ഇയറിലുള്ള ഒരു കട്ട് ഓഫ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും.
ഉദാഹരണമായിട്ട് ആ എക്സാം പാസ്സാവാനുള്ള ഒരു ക്വാളിഫയിങ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. അത് വേരി ചെയ്യും, ഓരോ സമയത്തും വേരി ചെയ്യും. ഒപ്പം നിങ്ങൾ ഡിപ്പെൻസ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പെസിഫിക്കലി അവരുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്കോ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഡോക്ടറൽ പ്രോഗ്രാമിലേക്കൊക്കെ അവരവരുടെ ഒരു കട്ട് ഓഫ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെക്കൻഡ് ലെവൽ കട്ട് ഓഫും കൂടെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കട്ട് ഓഫിന്റെ കാര്യത്തിൽ ആ കാര്യം കൂടെ മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് ഇതിനകത്ത് ഇപ്പോ IIT-കൾ, അപ്പോൾ IIT റൂർക്കി കഴിഞ്ഞ തവണ PhD അഡ്മിഷൻ അവരൊരു കട്ട് ഓഫ് പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗേറ്റിന്റെ ഒരു കട്ട് ഓഫ് അവർ മെൻഷൻ ചെയ്തിരുന്നു. സോ ഈ പറഞ്ഞ 2 കട്ട് ഓഫും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എക്സാമിന്റെ ഡിഫിക്കൽറ്റി അനുസരിച്ച് വേരി ചെയ്യും. സ്വാഭാവികമായിട്ടും ഡിഫിക്കൽറ്റി കൂടുന്ന സമയത്ത് കട്ട് ഓഫ് കുറയും, ഡിഫിക്കൽറ്റി കുറയുന്ന സമയത്ത് കട്ട് ഓഫ് കൂടുകയും ചെയ്യും. പിന്നെ മാത്രമല്ല നമ്മുടെ കാറ്റഗറി വെച്ചിട്ടും ഈ കട്ട് ഓഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ OBC ആണോ, SC ആണോ, ST ആണോ, PWD ആണോ എന്നുള്ള ബേസിൽ ഈ 2 കട്ട് ഓഫുകളിലും ചെറിയ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ. സാർ, NAT ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നമുക്ക് പേപ്പർ പെൻ എന്തെങ്കിലും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ എല്ലാനും കമ്പ്യൂട്ടറിൽ തന്നെയാണോ ചെയ്യേണ്ടത്? കമ്പ്യൂട്ടറിലായിരിക്കും, കമ്പ്യൂട്ടറിലാണ്. ചിലപ്പോൾ റഫ് ഷീറ്റ് ഒക്കെ ഒരു പക്ഷെ പ്രൊവൈഡ് ചെയ്തേക്കാം, നെറ്റ് എക്സാം ഒക്കെ പോലെ. സർ, യെസ്. MSc കോഗ്നിറ്റീവ് സയൻസിൽ ചെയ്യാനോ നല്ലത്, അതോ നമ്മുടെ MSc സൈക്കോളജി തന്നെ എടുക്കാനോ നല്ലത്? അത് ഒരു രസമുള്ളൊരു ചോദ്യമാണ്. നിങ്ങളിപ്പോ സൈക്കോളജി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പോലെ ഉണ്ടാവും. ഇപ്പൊ സൈക്കോളജി PG കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയാലോ. പക്ഷെ നിങ്ങളൊരു MSc കോഗ്നിറ്റീവ് സയൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് സാധാ ഒരു സൈക്കോളജി, ഒരു ജനറൽ സൈക്കോളജി PG കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഒരു എക്സ്പോഷർ ഒക്കെ ഒരു പക്ഷെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെസിഗ്നേഷൻ ചിലപ്പോൾ ഐ എം എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഐ എം എ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ടാവും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഏതാ നല്ലത് എന്നുള്ളതിന് എനിക്കൊരു ആൻസർ ഇല്ല. അത് നിങ്ങൾ രണ്ടും ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുകയായിരിക്കും വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിവേ നിങ്ങളിപ്പോ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം കോഗ്നിറ്റീവ് സയൻസിലൊക്കെ IIT-ൽ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം എക്സ്പോഷർ കിട്ടുന്ന, നിങ്ങളുടെ ഒരു നോളജ്, ഒരു സ്ഫിയർ, നിങ്ങളുടെ ഒരു ഹൊറൈസൺസ് മാറുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സർ, ഈ കോഗ്നിറ്റീവ് സൈക്കോളജി, അതായത് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി സൈക്കോളജി അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണോ സൈക്കോളജിയിൽ നിന്ന്? എൻറ്റയർലി ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ സൈക്കോളജിയിൽ നിങ്ങൾ കോഗ്നിറ്റീവ് സൈക്കോളജി പേപ്പർ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സൈക്കോളജി ആയിട്ട്, ഞാൻ വളരെ ലേമാൻ ടേമിൽ പറയാണ്, കുറച്ചുകൂടെ സൈക്കോളജി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ സംതിങ് റിലേറ്റഡ് ടു തിങ്കിങ്, നമ്മളെ കോഗ്നിറ്റീവ് പ്രോസസ്, തിങ്കിങ്, ബ്രെയിൻ റിലേറ്റഡ് തിങ്സ് ഒക്കെയാണ് ഇതിൽ വരിക. പക്ഷെ അതിൽ നമ്മൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സാധനവുമായിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനൊരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയാം. കുറച്ചും കൂടെ അതിനെ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിനെ കുറച്ചും കൂടെ അതിനൊരു ലിബർട്ടി കൊടുത്തിട്ട് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണ് കോഗ്നിറ്റീവ് സയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ PhD കോഗ്നിറ്റീവ് സൈക്കോളജി ചെയ്യുന്നു. അപ്പോൾ കോഗ്നിറ്റീവ് സയൻസിൽ PhD ചെയ്യുന്ന ഒരാളും ഞാനും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്നെക്കാളും കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്സും മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് PhD ചെയ്യുന്നത് ചിലപ്പോൾ അയാളായിരിക്കും കോഗ്നിറ്റീവ് സയൻസിൽ. അപ്പോ നിങ്ങൾ ഡെപ്ത് കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾ ഇപ്പൊ ജനറൽ സൈക്കോളജി നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അവിടെ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി പേപ്പർ പഠിക്കുന്നതിനേക്കാളും ഭയങ്കര ഡെപ്ത് കൂടുതലായിരിക്കും നിങ്ങൾ ഒരു MSc കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ പഠിക്കുമ്പോൾ ഉണ്ടാവുക. റിലേറ്റഡ് ആണ്, ഇറ്റ്സ് ഒരു ഇന്റർ ഡിസിപ്ലിനറി എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, താങ്ക് യു സർ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സിലൊക്കെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ എങ്ങനെയാണ്, അതിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയാൻ പറ്റും? എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ചോദിക്കാവോ?
റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് നമ്മൾ പ്രൊജക്റ്റിലൊക്കെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ എത്രത്തോളം റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവാറുണ്ട് സൈക്കോളജി ബേസ്ഡ് പ്രൊജക്ട്സിന്? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട് റിസർച്ച് ഡൊമൈനിൽ സൈക്കോളജിയിൽ. ഇപ്പം IIT-കളിലൊക്കെ റിസർച്ച് അസിസ്റ്റൻസ് ആയിട്ടും റിസർച്ച് അസോസിയേറ്റ്സ് ആയിട്ടൊക്കെ ഇഷ്ടംപോലെ പോസ്റ്റുകളിലേക്ക് വിളിക്കാറുണ്ട്. എന്നിട്ട് ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവർ ജോയിൻ ചെയ്യുകയും പിന്നീട് അവരുടെ PhD അവിടെ തന്നെ കണ്ടിന്യൂ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ റിസർച്ച് ഡൊമൈനിൽ നിങ്ങൾ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ആൻഡ് റിയലി ടാലന്റഡ് നിങ്ങൾക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റിസർച്ചിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിലൊരു ടാലന്റും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാലന്റ് അക്വയർ ചെയ്യാനും നിങ്ങൾക്ക് ടാലന്റ് ഗെയിൻ ചെയ്ത് നല്ല രീതിയിൽ എക്സൽ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ യു ഹാവ് എ ഫ്യൂച്ചർ ദർ. അതാണ്, ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഇല്ലല്ലോ? എന്തായിരുന്നു? നമുക്ക് ഈ ഒരു ക്വസ്റ്റിനൂടെ വൈൻഡപ്പ് ചെയ്താലോ എന്ന് പറയായിരുന്നു. വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓൾറെഡി 1.5 മണിക്കൂറോളം ആവുന്നു എന്ന് തോന്നുന്നു. സോ എനിക്ക് ഒരു ഫൈനൽ കാര്യമായിട്ട് പറയാനുള്ളത്, സോ ഇതൊരു വലിയ വാതിലാണ്. അപ്പം ഗേറ്റിനോട് ഗേറ്റ് എന്ന് പറയുന്ന എക്സാമിനോടുള്ള കൊടുത്തൊരു ഏറ്റവും വലിയ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ എക്സാമിന് ഗേറ്റ് എന്നുള്ള പേരാണ്. സോ ഒരു വലിയ വാതായനം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ വാതിലാണ്. അപ്പോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ CV വെയിറ്റ് കൂട്ടുന്നത് മുതൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആക്കാൻ പോലും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ റിസർച്ചും ഹയർ സ്റ്റഡീസും അക്കാഡമിക്സും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് തരുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇനി അങ്ങോട്ട് വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് എ ജേർണി ടുഗെദർ. സോ നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ, ബഷീറോടുണ്ട്, പെപ്പിന്റെ അക്കാദമിക് കോർഡിനേറ്റർ ആണ്. സോ നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യൂ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. സോ വിഷ് യു ഓൾ വെരി ബെസ്റ്റ്. പറയൂ, ജസ്റ്റ് പറയൂ. അത് വേറെ ആരോ ചാറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. അതായത് കഴിഞ്ഞ വർഷം ഇപ്പോ ഗേറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ അത് സ്കോർ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മള് ക്വാളിഫൈ ആയില്ല. അപ്പൊ നമ്മുടെ മുന്നത്തെ ഗേറ്റ് സ്കോർ അപ്പോഴും വാലിഡ് ആണോ 3 ഇയേഴ്സിന്? വാലിഡ് അല്ലേ വാലിഡ് അല്ലേ? എനിക്ക് അറിയില്ല അത്. അതെ, നെറ്റിനും ഗേറ്റിനൊന്നും ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇത് മിസ്സായി പോകില്ലല്ലോ. ഈവൻ ഇപ്പൊ നമ്മൾ ഇയർലി ആണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പൊ DRDOയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇയറിന്റെ ബേസിലാണ് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുക. പിന്നെ അല്ല, അപ്പോ അതായത് ആക്ച്വലി അപ്പം ദേ ക്യാൻ ട്രൈ 2021 വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചാൽ മതിയല്ലോ. പിന്നെ സൈക്കോളജി ഇന്റർഡിസിപ്ലിനറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട്. അപ്പോ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ലൈക്ക് മുബഷിർ വിൽ ബി ദേർ ടു ആൻസർ ഓൾ ദ ക്വയറീസ് ഇൻ ദ ഗ്രൂപ്പ്. ആക്ച്വലി മുബഷിർ ഏത് ഇയർലി ഗേറ്റ് ക്വാളിഫൈ ചെയ്തതാണ്? റീസെന്റ് ആയിട്ട് 2025 ക്വാളിഫൈഡ്. സോ മൂപ്പര് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. സോ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഗേറ്റ് അടുത്ത തവണ കാണുമ്പോൾ നിങ്ങളൊക്കെ ഗേറ്റ് ചവിട്ടി തുറന്നിട്ട് വിജയശ്രീലാളിതരായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. Thank you so much for listening me. Thank you.